ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമോ ഇല്ലയോ ഇതൊരു ചോദ്യമായി തന്നെ നമുക്ക് മുന്നിലുണ്ട്. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാനില്ല എന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അദ്ദേഹം എന്തായാലും അടൂരിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ വീട്ടിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് വാർത്തകളൊക്കെ വിശദമായി തന്നെ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Jacks. Happy keeps everybody happy. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്കായി സമ്മർദ്ദം ശക്തം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാജി വേണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതൃത്വം. പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ സംഘടനകൾ. ധർമ്മസ്ഥലയിലെ കള്ളങ്ങൾ പൊളിയുന്നു. ശുചീകരണ തൊഴിലാളിയെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. ഗൂഢാലോചന ഉൾപ്പെടെ കണ്ടെത്തുക ലക്ഷ്യം. ചിന്നയ്യയ്ക്ക് മാവോയിസ്റ്റ് ബന്ധമുള്ളതായും സൂചന. വേടനെക്കുറിച്ചുള്ള പാഠഭാഗത്തിൽ വിശദീകരണം തേടി VC. കേരള സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങൾ ഉടൻ മറുപടി നൽകണം. ലൈംഗികാരോപണ കേസിൽ ഹിരൺദാസ് മുരളിയെ പിടികൂടാതെ പോലീസ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ജമ്മുകശ്മീരിൽ. കിഷ്ത്വാറിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും. ജമ്മുകശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങളും പരിശോധിക്കും. ഇത് സർക്കാരിന്റെ സൊമാലിയയോ? ശിശുക്ഷേമ സമിതിയിലെ കുട്ടികൾക്ക് രോഗബാധ തുടർക്കഥ. പോഷകാഹാരക്കുറവ് കാരണം പ്രതിരോധശേഷി കുറയുന്നുവെന്ന ആക്ഷേപം. സ്ഥിരം ഡയറ്റീഷ്യനെ നിയമിക്കണമെന്ന ശുപാർശ തള്ളി ആരോഗ്യവകുപ്പ്. ജനം ബ്രേക്കിംഗ്. ഗുരുവായൂർ ക്ഷേത്രകുളത്തിലെ റീൽസ് ചിത്രീകരണത്തിൽ കൈകഴുകി പോലീസ്. ദേവസ്വം ബോർഡ് നൽകിയ പരാതിയിൽ കേസെടുത്തില്ല. വിഷയം ഗൗരവത്തോടെ കാണുന്നില്ലെന്ന ആക്ഷേപം. ഡ്യൂറൻ കപ്പ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്. ഫൈനലിൽ ഡയമണ്ട് ഹാർബറിനെ തകർത്തു. ജയം എതിരില്ലാത്ത 6 ഗോളിന്. കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസിന് ജയം. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ തകർത്തത് 9 വിക്കറ്റിന്. ഇന്ന് കാലിക്കറ്റ് ട്രിവാൻഡ്രത്തെ നേരിടും. ബ്ലൂ ടൈഗേഴ്സ് കൊല്ലത്തെ. ആദ്യം തന്നെ പുത്തൻപുള്ളി പരിശോധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പാർട്ടിക്കുള്ളിൽ സമ്മർദ്ദം ഏറുന്നുണ്ട് എങ്കിലും വഴങ്ങാതെ മുതിർന്ന നേതൃത്വം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി മുന്നണിക്ക് നാണക്കേടുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഇന്നലെ രാഹുലിന്റേതായി പുറത്തുവന്ന ഗർഭഛിദ്രത്തിന് യുവതിയെ നിർബന്ധിക്കുന്ന ശബ്ദ സന്ദേശം ന്യായീകരിക്കാൻ പോലും സാധിക്കാത്തതാണ് എന്നാണ് നേതാക്കൾ പറയുന്നത്. രാജി സമ്മർദ്ദങ്ങൾക്കിടയിലും ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് കോൺഗ്രസിന്റെ നിലവിലത്തെ തീരുമാനം. വിവരങ്ങളുമായി വിനീഷും ഒപ്പം പാലക്കാട് നിന്ന് അരുൺ ആലത്തൂരുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം പോകുന്നത് വിനീഷിലേക്കാണ്. വിനീഷ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയിൽ ഭിന്നാഭിപ്രായമാണ്, 2 അഭിപ്രായമാണ് എന്ന് പറയാം. ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് രാജിവെച്ച് മതിയാകൂ, ഇദ്ദേഹവുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അത്രയേറെ പ്രതിരോധത്തിലാണ് പാർട്ടി എന്നവർ തിരിച്ചറിയുന്നു. എന്നാൽ മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ഒരു കാരണവശാലും രാജിവെക്കരുത്, കാരണം തെരഞ്ഞെടുപ്പാണ് വരുന്നത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരത്തിലൊരു രാജി കൂടി, പ്രത്യേകിച്ച് ലൈംഗിക ആരോപണമാണ് MLA നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു രാജി ഉണ്ടായാൽ പൂർണ്ണമായും പാർട്ടി അമ്പയെ തകർന്ന് തരിപ്പണമാകും. ഇക്കാര്യമാണ് വിനീഷ എന്തൊക്കെയാണ് കൂടുതൽ നൽകാൻ കഴിയുന്നവർ? എന്തായിരുന്നാലും വലിയ സമ്മർദ്ദത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ദേശീയ നേതൃത്വം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടം മാധ്യമ പ്രവർത്തകരെ കണ്ട് തനിക്കെതിരായ ആരോപണങ്ങൾ പ്രതിരോധിക്കാൻ ഒരുങ്ങിയപ്പോൾ ദേശീയ നേതൃത്വം അതിന് തടയിടുന്ന ഒരു സാഹചര്യമുണ്ടായത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് KPCC നേതൃത്വവും ശക്തമായി എതിർക്കുന്ന ഘട്ടത്തിലേക്ക് പോയി. രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട് അതിനെ പ്രതിരോധിച്ചു.
പരിശോധിക്കുക. തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ അത് ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് എന്ന നിലപാടായിരുന്നു രാഹുൽ മാങ്കൂട്ടം പല ഘട്ടങ്ങളിലും ഉന്നയിച്ചത്. സമാനമായ നിലപാട് സ്വീകരിക്കാനുള്ള ഒരു നീക്കമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ അതിനെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് അതിനെ നിലവിൽ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അത്തരം ന്യായീകരണങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല എന്ന് KPCC നേതൃത്വവും ഒപ്പം ദേശീയ നേതൃത്വവും രാഹുൽ മാങ്കൂട്ടത്തിന് നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുക്കാനിരിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി, MLA സ്ഥാനം എന്ന രാജി, അത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു അപമതിപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കോൺഗ്രസിന്റെ നേതാക്കൾ നടത്തുന്നു എന്നതാണ്, ഒരു വിഭാഗം നേതാക്കൾ നടത്തുന്നു എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ശക്തമായ ഒരു ചേരി യൂത്ത് കോൺഗ്രസിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, ഈ ശക്തമായ ചേരിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്ഷേപം ഉയർന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉയർന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിന് ഒഴിയേണ്ടി വന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്ന പ്രധാന ഒരു ആയുധം എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ അറിയാം. മുകേഷിന് എതിരായി CPM നേതാവ് MLA-യുമായ മുകേഷിനെതിരായി വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ, ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ അത് കേസായി തന്നെ FIR ഇടുന്ന ഘട്ടമുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ പോലും CPM മുഖം രക്ഷിച്ചത് നിലവിൽ MLA സ്ഥാനം ഒഴിയേണ്ടതില്ല. സമാനമായ രീതിയിലായിരുന്നു മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ. അങ്ങനെ CPM-ന്റെ വിവിധ നേതാക്കൾക്കെതിരെ ഇത്തരത്തിലുള്ള ശബ്ദ സംഭാഷണങ്ങൾ പുറത്തു വരുന്ന ഘട്ടങ്ങൾ പല സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് CPM പ്രതിരോധിച്ച അതേ മാർഗത്തിൽ പ്രതിരോധിക്കണം എന്ന നിലപാട് തന്നെയാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ശക്തമായ രീതിയിലുള്ള സമ്മർദ്ദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഏത് സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള തീരുമാനം കൈക്കൊള്ളണമെന്ന് KPCC നേതൃയോഗം തീരുമാനിച്ചതിന് ശേഷം മറ്റ് അത്തരത്തിലുള്ള രാജിയിലേക്ക് കടന്നാൽ മതി എന്നതാണ് ഇപ്പോൾ KPCC നേതൃത്വവും ദേശീയ നേതൃത്വവും എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരുന്ന മണിക്കൂറുകൾ രാഹുലിന് നിർണായകമാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശബ്ദ സംഭാഷണങ്ങൾ പുറത്തു വരികയാണെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് തീരാ കൊടുക്കായി തന്നെ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്നു, ഒരു വിഭാഗം എതിർചേരിയിൽ നിൽക്കുമ്പോഴും കടുത്ത സമ്മർദ്ദത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം. തൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു എന്ന നിലപാടിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടവും സ്വയമായി നടത്തുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിയിലേക്ക് പോകേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം ഒരുപക്ഷെ എത്തിയേക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുക്കാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കടുത്ത രീതിയിൽ അല്ലെങ്കിൽ MLA സ്ഥാനം ഉൾപ്പെടെയുള്ളവ രാജിവെച്ച് അത് മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ അത് പാർട്ടിയെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഒരു വിഭാഗം നേതാക്കൾ വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിൽ രാജിയിലേക്ക് ഒരുപക്ഷെ പോകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കായിരിക്കും ദേശീയ നേതൃത്വവും KPCC നേതൃത്വവും ഒക്കെ പോവുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന ശബ്ദ സംഭാഷണമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ രീതിയിലുള്ള അപമതിപ്പുണ്ടാക്കി. മണ്ഡലത്തിൽ പോലും എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. രാഖി. ശരി വിനീഷ്, എന്തായാലും പാലക്കാട്ടെ സ്ഥിതി കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്കത് അതിലേക്ക് വരാം. ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 ഹ്യുണ്ടായി എസ്റ്റർ കാറുകളും, ഒപ്പം 100 വീതം LED TVകൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ, കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറയെ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും. ഗോപുനന്ദിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. Rich Max Finvest പൊന്നിലൂടെ മുന്നേറും.
എന്താണ് ബ്രോ, ഓണം അല്ലാതെ മറ്റെന്തെങ്കിലും വിശേഷം ഉണ്ടോ? വിശേഷം ഉണ്ടോന്നോ? മുണ്ടല്ലേ വിശേഷം. മുണ്ടോ? കരമുണ്ടുകൾ കഥകളിയാടും നേരം, മലയാള മുണ്ടുകൾ കൊട്ടും താളം, പോലെ നീളൻ സദ്യ കൂട്ടുകൾ വേണം, തറികൾ നിറയും പൂക്കോളം. രാംരാജ്, ഈ ഓണത്തിന്റെ വിശേഷമുണ്ട്. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. ഇതെവിടുന്നാടാ? IBSൽ അമേരിക്കൻ PG ഡിപ്ലോമ കഴിഞ്ഞ് കരിയർ സെറ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചതാ അമ്മയ്ക്ക് സർപ്രൈസ് ഗിഫ്റ്റ്. ഇനി വെറുമൊരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ IBSലൂടെ. വീട്ടിൽ അച്ഛനും ഇതേ പ്രശ്നമായിരുന്നു. ഒടുവിൽ ആയുർവേദത്തിലാണ് ആശ്വാസം ലഭിച്ചത്. പങ്കജ കസ്തൂരി ഓർത്തോഹെഡ് ടാബ്ലറ്റ്സ് ആൻഡ് ഓയിൽ. സന്ധികൾക്ക് ആരോഗ്യം ആയുർവേദത്തിലൂടെ. ഈ ഓണം മൈജിക്കൊപ്പം പുതുമയുടെ ആഘോഷമാക്കാം. ഈ ഓണക്കാലത്ത് സ്മാർട്ട് വാച്ച്, ഇയർബഡ്സ് അങ്ങനെ എല്ലാ ഡിജിറ്റൽ ആക്സസറികൾക്കും ഇഷ്ടം പോലെ കളക്ഷൻ, ഇഷ്ടം പോലെ വിലക്കുറവ്, കുറഞ്ഞ EMI ഓപ്ഷനുകൾ, ബ്രാൻഡ് ഓഫറുകൾ. ഇതിനൊക്കെ പുറമെ മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ. മൈജി ഓണം, മാസ് ഓണം. മൈജി ഫ്യൂച്ചർ. സന്ദീപ് എസ് എന്ന പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നതിലൂടെ സ്ത്രീവിരുദ്ധ നിലപാടാണ് കോൺഗ്രസ് കൈക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ ധാർമ്മികത തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും നമുക്ക് പാലക്കാടേക്ക് പോകാം. പാലക്കാട് അരുൺ അലത്തൂരാണുള്ളത്. അരുൺ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് ഒരു വിഭാഗം നേതാക്കൾ തന്നെ പാർട്ടിയിൽ രംഗത്തുണ്ട്. ഒപ്പം തന്നെ എന്നാൽ ഈ മുതിർന്ന നേതാക്കൾക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ, എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, പക്ഷേ ഒരു MLA രാജിവെച്ചാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ പരാജയ ഭീതി മുന്നിലുണ്ട്. ഒപ്പം തന്നെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് പാലക്കാട് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി, അരുൺ? രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട്ടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് രാഹുൽ MLA സ്ഥാനം കൂടി രാജിവെക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടറിയായ MP സുബ്രഹ്മണ്യൻ ഈ ആവശ്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും മറ്റുമൊക്കെ ഉന്നയിക്കുകയുണ്ടായി. ശേഷം ഇന്നലെ രാത്രിയോടെ വി.കെ. ശ്രീകൃഷ്ണൻ എന്ന DCC ജനറൽ സെക്രട്ടറിയും സമാന കാര്യവുമായി രംഗത്ത് വരികയായിരുന്നു. ഇത്തരത്തിൽ പല നേതാക്കളും പ്രത്യക്ഷത്തിൽ ഇങ്ങനെ നവമാധ്യമങ്ങളിലൂടെയൊക്കെ പരസ്യമായിട്ടും അതല്ലാതെ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ഇത്തരം ആവശ്യം കൃത്യമായിട്ട് തന്നെ ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. കാരണം രാഹുലിൻ്റെ ഇന്നലെ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന ഒരു യുവതിയെ ഗർഭചിത്രം നടത്താൻ വേണ്ടി നിർബന്ധിക്കുന്ന ഓഡിയോ, ആ ഓഡിയോ ഒന്നും ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ് എന്നുള്ളതാണ് നേതാക്കൾക്കിടയിലെ നിലപാട്. കാരണം അത്രയേറെ മോശമായ പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ഏതായാലും ബാലാവകാശ കമ്മീഷനും അതുപോലെ തന്നെ വനിതാ കമ്മീഷനൊക്കെ കേസെടുത്തിരിക്കുന്ന സാഹചര്യം കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഇനി കൂടുതൽ സമ്മർദ്ദങ്ങളിലേക്ക് പാർട്ടി പോവും. ഈ രാഹുൽ MLA സ്ഥാനം രാജിവെക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് പാർട്ടി പോവും എന്നതിലല്ലാതെ മറ്റ് ഗുണമൊന്നും ഇതുകൊണ്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. മാത്രമല്ല, രാഹുലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാലക്കാട് നേരത്തെ തന്നെ രാഹുൽ പാലക്കാട് മത്സരിക്കാൻ വേണ്ടി വരുമ്പോൾ തന്നെ ഒരു വിഭാഗം നേതാക്കൾക്ക് വലിയ വിയോജിപ്പും എതിർപ്പും ഉണ്ടായിരുന്നു. രാഹുലിന്റെ സ്വഭാവ ദൂഷ്യം കൂടെ തങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് അന്ന് എതിർത്തത് എന്നുള്ളതാണ് നേതാക്കൾ നേരത്തെ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും ചർച്ച ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ രാജി, ഈ MLA സ്ഥാനം കൂടി രാജിവെച്ച് രാഹുൽ ഈ ആരോപണങ്ങളൊക്കെ ശരിയല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് തെളിയിച്ച ശേഷം പാർട്ടിയിലേക്കോ MLA സ്ഥാനത്തിലേക്കൊക്കെ തിരിച്ചു വരട്ടെ. ഇപ്പോൾ ഏതായാലും രാജിവെച്ച് മാതൃക കാണിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും ഇവർ CPM-നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ രാജിവെക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് നേതൃത്വം പോകുന്നു എന്നുള്ളതാണ്. കാരണം PK ശശി ആണെങ്കിലും മുകേഷ് ആണെങ്കിലും കടകംപള്ളി സുരേന്ദ്രനാണെങ്കിലും അങ്ങനെ കുറേ നേതാക്കൾക്കെതിരെ CPM-ൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും മറ്റുമൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ CPM നമുക്കറിയാം വലിയ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിട്ടും CPM-ലെ പല നേതാക്കളും രാജിവെക്കാൻ കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. സമാനമായ രീതിയിൽ ആ
CPM-ന്റെ നേതാക്കൾ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ തങ്ങളിലെ യുവ നേതാവ് എന്തിന് രാജിവെക്കണം എന്നുള്ള ചോദ്യം നേതൃത്വത്തിലെ പല ആളുകളും ചോദിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം അതൊക്കെ വളരെ മോശമായ കാര്യമാണ്. CPM അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് അങ്ങനെ ആവേണ്ടതുണ്ടോ എന്ന് ഒരു വിഭാഗം നേതാക്കൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CPM-ന്റെ പാത പിന്തുടരാനല്ലല്ലോ കോൺഗ്രസ് ഉള്ളത് എന്നും ഒരു വിഭാഗം നേതാക്കൾ വലിയ വിമർശനമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ച് മാതൃക കാണിക്കണം എന്നൊക്കെ തരത്തിലുള്ള ചർച്ചകളാണ് കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളിൽ ഉയരുന്നത് എന്നുള്ളതാണ്. അതേസമയം മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധേയമാണ്. ഈ CPM-ന്റെ നേതാക്കൾക്ക് അവരുടെ പീഡന പരാതിയും മറ്റുമൊക്കെ ആയി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി വലിയ രീതിയിൽ ഒരു വൈഡായിട്ടുള്ള ആളുകളാണ് ഈ രാഹുലിനെതിരെ പരാതി വന്നിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം ഒന്നോ രണ്ടോ സ്ത്രീകളല്ല, നിരവധി സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും മറ്റുമൊക്കെ ആയിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഗൗരവം കുറച്ചുകൂടെ വർദ്ധിപ്പിക്കുന്ന വിഷയമാണ് എന്നിരിക്കെയും മാത്രമല്ല ഇതൊരു യുവ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയും മോശമായ രീതിയിൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തുക എന്നുള്ളത് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് അത് ചെയ്യുന്നത് നിയമപരമായിട്ട് തെറ്റാണ് എന്നുള്ള കാര്യമാണ്. അത്തരത്തിൽ രാജ്യത്ത് നിയമപരമായിട്ട് തെറ്റാണെന്നുള്ള ഒരു കാര്യത്തെയാണ് ചെയ്യുന്നതിന് വേണ്ടി ഒരു യുവതിയെ ഫോണിലൂടെ നിർബന്ധിക്കുന്ന ഓഡിയോ സന്ദേശം ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ എത്രയും പെട്ടെന്ന് MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് ജില്ലയിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് ഏതായാലും ഉള്ളത്. അതേസമയം തന്നെ വിഷയത്തിൽ വലിയ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കാൻ തന്നെയാണ് BJP-യുടെ തീരുമാനം. ഇന്നലെ രാത്രിയും BJP-യുടെ മഹിളാ മോർച്ച പ്രവർത്തകരും BJP പ്രവർത്തകരും ചേർന്ന് നഗരത്തിൽ രാഹുലിനെ ചങ്ങലക്കിട്ട് കെട്ടിവലിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ രാഹുലിന്റെ ഈ വിഷയം പുറത്തു വന്നതിന് ശേഷം നിരവധി പ്രതിഷേധങ്ങളായി BJP സംഘടിപ്പിക്കുന്നു. നാളെയും വലിയ ഒരു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു മാർച്ചൊക്കെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം BJP കൈക്കൊണ്ടിട്ടുണ്ട്. അതായത് ഈ പ്രതിഷേധം കടുക്കുന്ന സാഹചര്യത്തിൽ തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിന് അടൂരിലെ വീട്ടിൽ തന്നെ തുടരേണ്ടി വരും അല്ലേ? കാരണം ഒരു കാരണവശാലും പാലക്കാട് കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് പ്രതിഷേധക്കാർ പറയുന്നു. ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഒരു വിഭാഗം നേതാക്കൾ, പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ പറയുന്നുണ്ട് രാഹുൽ തൽക്കാലം പാലക്കാടേക്ക് വരണ്ട എന്ന ഒരു തീരുമാനം. തീർച്ചയായിട്ടും രാഹുൽ പാലക്കാട്ടേക്ക് കാലുകുത്താൻ അനുവദിക്കില്ല രാഹുലിനെ എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് BJP-യുടെയും യുവമോർച്ചയുടെയും ഒക്കെ പ്രവർത്തകർ. ഒപ്പം ചില ഇടത് പാർട്ടിയും സമാന രീതിയിൽ തന്നെയുള്ള നിലപാടുമായിട്ട് നിൽക്കുന്നുണ്ട്. ഏതായാലും രാഹുൽ അടൂരിൽ നിന്നും പാലക്കാട്ടേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ നേരിടേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ അടുത്തെങ്കിലും പാലക്കാട്ടേക്ക് അദ്ദേഹം വരില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ അദ്ദേഹത്തിൻ്റെ പാലക്കാട് നിന്നുള്ള അനുയായികൾ പറഞ്ഞത് ഇന്നലെയായിട്ട്, അതായത് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആയിട്ട് രാഹുൽ പാലക്കാട്ടേക്ക് എത്തും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഏതായാലും രാഹുൽ അടൂരിൽ നിന്ന് ഇതുവരെ എവിടേക്കും പുറത്തിറങ്ങിയിട്ടില്ല, വീട്ടിൽ നിന്ന് എവിടേക്കും പുറത്തേക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ പാലക്കാട്ടേക്ക് എത്തുകയാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവും, തെരുവിൽ രാഹുലിനെ നേരിടുമെന്നുള്ള ശക്തമായ നിലപാടിൽ തന്നെയാണ് BJP-യും യുവമോർച്ചയും ഒക്കെ ഉള്ളത്. കാരണം ഇത്തരമൊരു MLA തങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു നിലപാടാണ് അവർ പറയുന്നത്. കാരണം നമുക്കറിയാം ഇത്ര വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു. ഏതൊരു സ്ത്രീയെയും കണ്ടുവന്ന് പരിചയപ്പെടുമ്പോഴേക്കും ഫോണിൽ മെസ്സേജ് അയക്കുന്നു, പിന്നീട് അത് വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വോട്ടർ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വരുമ്പോൾ, ഒരു സ്ത്രീയായ വോട്ടർ അവരുടെ കാര്യങ്ങൾക്ക് വരുമ്പോൾ MLA ഓഫീസിലേക്ക് എന്ത് വിശ്വസിച്ചിട്ടാണ് കയറി പോവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. ഓരോ വോട്ടർമാരും പ്രത്യേകിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ചോദിക്കുന്നത് സമാന ചോദ്യം തന്നെയാണ്. ഏതായാലും ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിലും ഏതായാലും ശക്തമായ പ്രതിഷേധം പാലക്കാട് ഉണ്ടാവാനാണ് സാധ്യത. സംസ്ഥാനത്തുടനീളം വിവിധ പ്രതിഷേധങ്ങൾ തുടരുന്നുണ്ട്. അതിൽ തന്നെ പാലക്കാട് ഏതായാലും ഈ പ്രതിഷേധങ്ങളും പോരാട്ടങ്ങളും ഒക്കെ കൂടുതൽ ശക്തിപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. MLA രാജിവെക്കണം, രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നുള്ള ഉറച്ച നിലപാടിലാണ് BJP-യും അതുപോലെ തന്നെ ഇടത് പാർട്ടിയും ഒക്കെ. ശരി അരുൺ, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെടുന്നത് ഒരു വിഭാഗം നേതാക്കൾ തന്നെയാണ്. ശക്തമായ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. ഇങ്ങനൊരു MLA പാലക്കാടിന് വേണ്ട എന്ന് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം പറയുന്നു. ഒപ്പം തന്നെ പ്രതിഷേധം ശക്തമാകുന്നുമുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ രാജിവെച്ചാൽ അത് പാർട്ടിക്കുണ്ടാക്കുന്ന കേട് ചെറുതല്ല. ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ പരാജയമുണ്ടാകുമെന്ന ഭീതി മുതിർന്ന നേതാക്കൾക്കുമുണ്ട്. അത് തന്നെയാണ് അരുൺ ആലത്തൂരും സൂചിപ്പിച്ചത്. ഒപ്പം B വിനീഷ് തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ഉണ്ടായിരുന്നു. ഒപ്പം സന്ദീപ് രാജേഷ് എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട് വേടനും ഗോവിന്ദച്ചാമിയും വ്യാജനും തമ്മിലാണ് ഇപ്പോൾ മത്സരം നടക്കുന്നത് എന്ന്. ഒപ്പം പ്രകാശൻ വേലിക്കുട്ടി പറയുന്നു കോൺഗ്രസുകാരും CPM-നെയും കണ്ട് പഠിക്കണം. ആദ്യം പാർട്ടി അന്വേഷിക്കും, പിന്നെ തീവ്രത അളക്കും, അത് കഴിഞ്ഞ് നടപടി. ഇതാണ് അവരുടെ ഒരു ശൈലി. അതിനെയാണ് അദ്ദേഹം പരിഹസിക്കുന്നത്. എന്തായാലും കൂടുതൽ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ തന്നെ വരാം. ചെറിയൊരു ഇടവേള.
കേരള സർവകലാശാലയിലെ വേടനെ കുറിച്ചുള്ള പാഠഭാഗത്തിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങൾ ഉടൻ വിസിക്ക് വിശദീകരണം നൽകും. കേരളത്തിലെ റാപ്പ് സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗത്തിൽ വേടനെ കുറിച്ചുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയത് വൻ വിവാദമായിരുന്നു. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഈ റാപ്പ് സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന പാഠഭാഗത്തിൽ വേടനെ ഉൾപ്പെടുത്തുമ്പോൾ ഈ വേടന്റെ റേപ്പ് സംസ്കാരത്തെക്കുറിച്ചാണ് കേരളം ചർച്ച ചെയ്യുന്നതല്ലേ? തീർച്ചയായും രാഖി, അങ്ങനെ തന്നെയാണ്. കാരണം ഒരു റേപ്പ് കേസിലടക്കം പ്രതിയായിരിക്കുന്ന സാഹചര്യം, ഒളിവിൽ കഴിയുന്ന പശ്ചാത്തലം, ഇതിനിടയിലാണ് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് പിന്നാലെ കേരള സർവകലാശാലയിലെ പാഠഭാഗങ്ങളിലും വേടൻ കടന്നുകൂടിയത്. ഏത് സാഹചര്യത്തിലാണ് വേടനെ പറ്റി പഠിപ്പിക്കേണ്ട സാഹചര്യം അല്ലെങ്കിൽ പഠിപ്പിച്ച സാഹചര്യം കേരള സർവകലാശാലയിൽ ഉണ്ടായത് എന്നുള്ളതാണ് VC ഡോക്ടർ മോഹനൻ കുന്നുമേൽ ചോദിച്ചിട്ടുള്ളത്. ബോർഡ് ഓഫ് സ്റ്റഡീസിനോടാണ് ഈ വിഷയം വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്നോ നാളെയോടുകൂടി തന്നെ ഈ വിശദീകരണം വിസിക്ക് മുൻപാകെ എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രധാനമായും ഈ കേരള സർവകലാശാലയിൽ ഏത് സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈ പീഡന പരാതികളടക്കം ഉയർന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു പാഠഭാഗം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അത് എന്തിന്, ഏത് സാഹചര്യത്തിൽ അത് വിദ്യാർത്ഥികൾക്കരികിലേക്ക് എത്തിച്ചു, അതിൽ പഠിപ്പിച്ചു എന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ VC ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നിർമ്മിത ബുദ്ധിയിൽ തയ്യാറാക്കിയ ഇംഗ്ലീഷ് യു ആർ എ ലാംഗ്വേജ് ഓഫ് എന്ന തലക്കെട്ടോട് കൂടിയ പാഠഭാഗത്തിലാണ് ഈ ഒരു വേടനെ പറ്റി പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ പ്രശസ്ത കവി പാബ്ലോ നെരൂദയുടെ പറ്റി പഠിപ്പിക്കുന്ന പാഠഭാഗത്ത് അതിനെ ഖണ്ഡിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പീഡന പരാതിയിൽ ആരോപണ വിധേയനായി ഒളിവിൽ കഴിയുന്ന ഒരു വ്യക്തിയെ പറ്റി പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം, റാപ്പ് സംഗീതത്തെ പറ്റിയും റാപ്പ് സംസ്കാരത്തെ പറ്റിയും ഒക്കെ പഠിപ്പിക്കുമ്പോൾ മറ്റ് പല ആളുകളും നിൽക്കുമ്പോൾ എന്തുകൊണ്ട് റാപ്പർ വേടനെ തന്നെ തെരഞ്ഞെടുത്തു എന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ മലയാളികൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മണിക്കൂറിലൊക്കെ ചർച്ച ചെയ്തതുപോലെ തന്നെ പീഡന പരാതികൾ വലിയ രീതിയിൽ വേടനെതിരെ ഉയർന്ന സാഹചര്യം, തെളിവുകളടക്കം പുറത്തു വന്ന പശ്ചാത്തലമടക്കം നിലനിൽക്കുമ്പോൾ ഏത് സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പഠന വിഷയത്തിൽ വേടൻ ഉൾപ്പെട്ടു എന്നൊരു ചോദ്യം അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. നമുക്കറിയാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇതേ വിഷയം തന്നെ ഉൾപ്പെടുത്തി വലിയ രീതിയിൽ അത് ചർച്ചയായി വിവാദമായി പിന്നീട് പ്രതിഷേധങ്ങൾക്കൊക്കെ അത് വഴിവെച്ചതുമാണ്. ABP അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രതിഷേധം അറിയിച്ചതുമാണ്. പക്ഷേ ഇവിടെ അത്തരത്തിലൊരു പാഠഭാഗം ഉൾപ്പെടുത്തി അത് പഠിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 3ാം സെമിസ്റ്റർ ഒപ്പം തന്നെ 4 വർഷ ബിരുദ ക്ലാസ്സിലുമാണ് ഈ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ ക്ലാസ്സുകൾ ഏത് തരത്തിലെടുത്തു അല്ലെങ്കിൽ എങ്ങനെ എടുക്കേണ്ട സാഹചര്യമുണ്ടായി, എന്തുകൊണ്ടത് മറ്റാരും അറിഞ്ഞില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് VC ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ബോർഡ് ഓഫ് സ്റ്റഡീസ് 2 ദിവസത്തിനുള്ളിൽ നൽകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലൊരു വലിയ പിഴവ്, വലിയ അബദ്ധം ആ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയതിൽ VCയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. എന്നാലും സർവകലാശാലയുടെ ചാൻസലർ കൂടിയ ഗവർണർ കൂടി ഈ വിഷയം മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിൽ വിശദീകരണം തേടാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ വിവാദത്തിൽ പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ, ഒപ്പം തന്നെ ആരോപണ വിധേയനായി നിൽക്കുന്ന സാഹചര്യത്തിൽ പീഡന പരാതികൾ വിവിധ സ്റ്റേഷനുകൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ വേടനെ പഠിപ്പിച്ചതിൽ കേരള സർവകലാശാലയ്ക്ക് ഉള്ളിലും അമർഷവും ഒപ്പം തന്നെ ഇത്തരത്തിൽ വിവാദവും പരാതികളും ഉയരുകയാണ്. ശരി ശാലിനി. കേരള സർവകലാശാലയിലെ വേടനെ കുറിച്ചുള്ള പാഠഭാഗത്തിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങൾ ഉടൻ VCക്ക് വിശദീകരണം നൽകും. കേരളത്തിലെ റാപ്പ് സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗത്തിൽ വേടനെ കുറിച്ചുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയത് വലിയ വിവാദമായിരുന്നു. ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ റീൽസ് ചിത്രീകരണം നടത്തിയ വിഷയത്തിൽ കേസെടുക്കാതെ പോലീസ് ഗുരുവായൂർ ദേവസ്വം നൽകിയ പരാതി കോടതിയിലേക്ക് കൈമാറിയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഈ വിഷയത്തിൽ കൈ കഴുകിയത്. അതീവ സുരക്ഷാ മേഖലയിൽ നടത്തിയ റീൽസ് ചിത്രീകരണം പോലീസ് ഗൗരവത്തോടെ കാണുന്നില്ല എന്ന ആക്ഷേപവും ഉയരുകയാണ്. ഇതിനിടെ നിരോധിത മേഖലയിലെ ചിത്രീകരണത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ മാപ്പ് പറഞ്ഞ് തടിയൂരാനും ശ്രമം നടത്തുന്നുണ്ട്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, എന്തായാലും പോലീസ് നടപടിക്കില്ല എന്ന സൂചനകൾ നൽകുന്നു. അതായത് യാതൊരു നടപടിയുമായി മുന്നോട്ട് പോകാൻ പോലീസ് മുതിരുന്നില്ല. പക്ഷേ ദേവസ്വം ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ റീൽസ് താരം, അതായത് ബിഗ് ബോസ് താരമാണ് അവർ. സോഷ്യൽ മീഡിയയിൽ നിരവധി ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ. ഇവർ ഈ വിഷയത്തിൽ മാപ്പ് പറഞ്ഞ് തടിയൂരിയാൽ അത് അവിടം കൊണ്ട് തീരുമോ സാനു?
രാഖി, മാപ്പ് പറഞ്ഞ് ജാസ്മിൻ ജാഫർ തടിയൂരി എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം ജാസ്മിൻ ജാഫർ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ആയിട്ട് മാത്രമാണ്. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഹൃദയവേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, താൻ ചെയ്ത പ്രവൃത്തി കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു സ്റ്റോറി മാത്രമാണ് ഇട്ടത്. അതായത് അവരവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ എല്ലാ മാനദണ്ഡങ്ങളും മറികടന്നുകൊണ്ട് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും തച്ചുടച്ചുകൊണ്ടാണ് അവർ ഈ അവിടുത്തെ ക്ഷേത്രത്തിലെ പരിപാവനമായിട്ടുള്ള ക്ഷേത്രക്കുളത്തിൽ പോയിട്ട് റീൽസ് ചിത്രീകരിക്കുകയും ഒപ്പം തന്നെ അത് അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് വഴി പങ്കുവെക്കുകയും ചെയ്ത്. കഴിഞ്ഞ 5 ദിവസം മുൻപായിരുന്നു ഈ സംഭവം നടന്നത്. അതായത് ഈ റീൽസ് ചിത്രീകരിച്ച് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലടക്കം അവർ പങ്കുവെച്ചതിന് ശേഷമാണ് ഈ വിവരം ഗുരുവായൂർ ദേവസ്വം അറിയുന്നത്. ഗുരുവായൂർ ദേവസ്വമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ജാസ്മിൻ ജാഫറിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകുന്നത്. ഈ പരാതി ലഭിച്ചതിന് ശേഷം പോലീസ് ആദ്യഘട്ടത്തിൽ ഒന്നും ചെയ്തില്ല. യാതൊരു നടപടികളും സ്വീകരിക്കാതിരുന്ന പോലീസ് ഈ പരാതി പൊടുന്നനെ എടുത്ത് കോടതിയിലേക്ക് കൈമാറുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ SHOയുമായി ബന്ധപ്പെട്ടപ്പോൾ SHO പറഞ്ഞ മറുപടി, അതായത് ഇത് ഞങ്ങൾ കോടതിയിലേക്ക് കേസ് കൈമാറി, തങ്ങൾക്ക് കിട്ടിയ പരാതി കോടതിയിലേക്ക് കൈമാറി, കോടതിയാണ് ഇനിയും എന്ത് ചെയ്യണം എന്ന് പറയേണ്ടത് എന്ന് പറഞ്ഞ് പോലീസ് പൂർണ്ണമായിട്ടും കൈയൊഴിയുന്ന ഒരു കാഴ്ചയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് വലിയ സുരക്ഷാ മേഖലയാണ്, അതീവ പ്രാധാന്യമുള്ള പ്രദേശമാണ്. അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിനും പരിസര പ്രദേശങ്ങൾക്കടക്കം സായുധ പോലീസ് കാവൽ നിൽക്കുന്ന പ്രദേശത്ത് എങ്ങനെ ഇവർ ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ഈ പരിപാവനമായിട്ടുള്ള കുളത്തിലിരുന്ന് റീൽസ് ചിത്രീകരിച്ചു എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ്. കാരണം CCTV അടക്കം ഉള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്, അതിന്റെ നിരീക്ഷണമുണ്ട്, ഒപ്പം തന്നെ പോലീസിന്റെ നിരീക്ഷണമുണ്ട്, സായുധ പോലീസിന്റെ സംരക്ഷണമുണ്ട്. ഇതെല്ലാം മറികടന്നുകൊണ്ട് അവർ ആ കുളത്തിലെത്തി റീൽസ് ചിത്രീകരിക്കുന്നു. ഇതെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങളുടെ കണ്ണും വെട്ടിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനം എന്തുകൊണ്ട് പോലീസ് അറിഞ്ഞില്ല? അല്ലെങ്കിൽ ആരുടെ അനുവാദത്തോടു കൂടിയാണ് ഇവർ ഈ ക്ഷേത്ര കുളം വരെ എത്തിയത്? ജാസ്മിൻ ജാഫറും അതേപോലെ സംഘവും എങ്ങനെ ഇവർ ഈ കുളം വരെ എത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ വലിയ ദുരൂഹമായി തുടരുകയാണ്. ഒപ്പം തന്നെ ഹിന്ദു ഐക്യവേദിയും ഈ കാര്യത്തിൽ കടുത്ത നിലപാടുമായിട്ട് അല്ലെങ്കിൽ കടുത്ത പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി P. സുധാകരൻ പറഞ്ഞിരിക്കുന്നത് ഇത് വലിയ സുരക്ഷാ വീഴ്ചയാണ്, അതേപോലെ തന്നെ മതവികാരം വ്രണപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജാസ്മിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള റീൽസ് ചിത്രീകരണം നടത്തിയത്. ഇതിനെതിരെ പോലീസിന്റെയും ഒപ്പം തന്നെ കോടതിയുടെയും ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഒപ്പം തന്നെ BJPയും ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആ ഗുരുവായൂർ ക്ഷേത്രത്തെ വിവാദങ്ങളുടെ മുൾമുനയിൽ നിർത്തുന്നതിന് വേണ്ടി ചില ഗൂഢ ലക്ഷ്യങ്ങളുമായിട്ട് ചിലർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവർ റീൽസിന്റെ രൂപേണ, വീഡിയോകളുടെ രൂപേണയൊക്കെ ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരങ്ങളിലും കറങ്ങി നടക്കുന്നു എന്ന് BJPയും ആരോപിക്കുന്നു. അതായത് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് നമുക്ക് മാധ്യമങ്ങൾക്കടക്കം വിലക്കുള്ള സ്ഥലമാണ്, അതേപോലെ തന്നെ മൊബൈൽ ഫോണുകൾക്കടക്കം നിയന്ത്രണമുള്ളൊരു പ്രദേശമാണ് ഗുരുവായൂർ ക്ഷേത്രവും ആ ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളും. അവിടെ ഇവർ എങ്ങനെ മൊബൈലുമായിട്ട് എത്തുന്നു, അല്ലെങ്കിൽ ഈ ക്യാമറയുമായിട്ടെത്തി എങ്ങനെ റീൽസ് ചിത്രീകരിച്ചു എന്നുള്ളത് കണ്ടെത്തണം. അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. ഒപ്പം തന്നെ ഒരു മാപ്പിൽ ഒതുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇവർ ചെയ്തു കൂട്ടിയതെന്നും ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ആവശ്യമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലും നടക്കുന്ന, അല്ലെ ക്ഷേത്രത്തെ ഭാഗമാക്കിക്കൊണ്ട് നടക്കുന്ന റീൽസ് വിൽപ്പന അത് പൂർണ്ണമായിട്ട് നിരോധിക്കണമെന്നുള്ള ആവശ്യവും ഭക്തരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. രാഖി. ശരി സാനു, ചെറിയൊരു ഇടവേള. ധർമ്മസ്ഥല കേസിൽ ശുചീകരണ തൊഴിലാളി ചിന്നയ്യയെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. ക്ഷേത്രത്തെ തകർക്കാൻ നടത്തിയ ഗൂഢാലോചന ഉൾപ്പെടെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. അതിനിടെ ചിന്നയ്യയും മലയാളിയായ JNT, സുജാത ഭട്ട്, ഗിരീഷ് മട്ടന്ന എന്നിവർ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഡൽഹിയിൽ പോയതായിട്ടുള്ള വിവരങ്ങളും പുറത്ത് വരുന്നുണ്ട്. ചിന്നയ്യയ്ക്ക് മാവോയിസ്റ്റ് ബന്ധമുള്ളതായിട്ടാണ് സൂചനകൾ. വിവരങ്ങളുമായി അരുൺ ആലത്തൂര് ചേരുന്നുണ്ട്. അരുൺ നേരിട്ട് പോയി കണ്ട് നടത്തിയ അന്വേഷണമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി അരുണിന് പങ്കുവയ്ക്കാനുള്ളത്? രാഖി, ഇനി ഈ ഒരു ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ അറിയേണ്ടതായിട്ടുള്ളത് ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന ആരുടേതാണ് എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത്. ഏതായാലും നേരത്തെ തന്നെ ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ ഈ നിറം പിടിപ്പിച്ച കഥകൾ വ്യാപകമായി നൽകുമ്പോഴും നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാനായത് ഇത് ഒരു ഫാബ്രിക്കേറ്റഡ് സംഭവമാണ്. ഒരു ക്ഷേത്രത്തെയും ക്ഷേത്ര നഗരിയെയും തകർക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു
വ്യക്തമായ തിരക്കഥയാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട, അതായത് സുജാത ഭട്ട് എന്ന സ്ത്രീക്ക് മകളെ, അനന്യ ഭട്ട് എന്ന മകളെ ഇല്ല എന്നുള്ള നമ്മളുടെ വാർത്ത ശരിവെക്കുന്ന തരത്തിൽ തന്നെ അവരുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയായി. അവർ തന്നെ തുറന്ന് സമ്മതിച്ചു അവർക്ക് മകൾ ഇല്ല എന്നുള്ളത്. തൊട്ടു പിന്നാലെ ഈ 17 സ്ഥലങ്ങളിലോളം നമ്മൾ പോയി പരിശോധന നടത്തിയതിൽ അവിടെ ഒന്നും വലിയ 32 അടിയോളം ആഴത്തിലൊക്കെ കുഴിച്ചു നോക്കിയിട്ടും യാതൊന്നും കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ആ മുഖംമൂടി അണിഞ്ഞ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ മുഖംമൂടി അണിഞ്ഞ വ്യക്തി ചിന്നയ്യ എന്ന തമിഴ്നാട്ടുകാരനാണ് എന്നുള്ള വിവരങ്ങളും ഇന്നലെ പുറത്തു വരികയുണ്ടായി. ഏതായാലും ഈ ചിന്നയ്യയെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നലെ കോടതിയിൽ ഹാജരാക്കി. കോടതി ഇപ്പോൾ 10 ദിവസത്തെ SITയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം ഇനി പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ്. ഇതിന് പിന്നിലെ ഗൂഢാലോചന ആരാണ്, ഇതിന് പിന്നിൽ എന്താണ് ഇവർക്ക് ഇത്തരത്തിൽ ഇങ്ങനെ ഗൂഢാലോചന നടത്തി ഈ 100 കണക്കിന് സ്ത്രീകളെ കുഴിച്ചുമൂടി എന്നൊക്കെ പറയുന്നതിലേക്ക് ഇവരെ പ്രേരിപ്പിച്ചത് എന്തൊക്കെ ഘടകങ്ങളാണ് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ആയിരിക്കും പ്രത്യേക അന്വേഷണ സംഘം ഇനി കൂടുതൽ പരിശോധിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ തന്നെ ഈ ചിന്നയ്യയുടെ പശ്ചാത്തലം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ചിന്നയ്യ തമിഴ്നാട് സ്വദേശിയാണ്. തമിഴ്നാട്ടിൽ ഇയാൾക്ക് ഒരു LTTയുടെ ഷെൽട്ടർ ഹോമിലാണ് ഇദ്ദേഹം താമസിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അവിടെ തന്നെ സത്യമംഗലത്താണ് ഈ LTTയുടെ ഷെൽട്ടർ ഹോം ഉള്ളത്. അവിടെ ഇയാൾ കുറച്ചു കാലം താമസിച്ചിരുന്നു. അവിടെ നിന്നാണ് പിന്നീട് കർണാടകയിലേക്ക് എത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. അവിടെ കർണാടകയിൽ എത്തിയതിനു ശേഷം പിന്നീട് ഇയാൾ മതം മാറുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. ക്രിസ്തു മതത്തിലേക്ക് ഇയാൾ മാറുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് കർണാടകയിൽ എത്തിയതിനു ശേഷം. അതിനുശേഷമാണ് പിന്നീട് ഈ ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് എത്തി അവിടെ ഇത്തരത്തിൽ 100 കണക്കിന് സ്ത്രീകളെ കുഴിച്ചുമൂടി എന്നൊക്കെ തരത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇതിന് പിന്നിൽ എന്തോ വലിയ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇതേ ചിന്നയെയും അതുപോലെ തന്നെ ജയന്ത് ടി എന്ന മലയാളിയായ വ്യക്തിയും ഒപ്പം ഈ സുജാത ഭട്ടും ഗിരീഷ് മട്ടണ്ണ എന്നിങ്ങനെ ഈ 4 പേർ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. അവർ ഡൽഹി സന്ദർശിച്ചതായിട്ടുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ഡൽഹിയിൽ ഇവർ ഒരു നേതാവിനെയും ഒരു പൊളിറ്റീഷ്യനെയും അതുപോലെ തന്നെ ഒരു അഭിഭാഷകനെയും അവിടെ സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവർ ആരെയാണ് ഡൽഹിയിൽ പോയി സന്ദർശിച്ചത്, ആരായിരുന്നു ഇവർ സന്ദർശിച്ച അഭിഭാഷകൻ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് തരത്തിലുള്ള ഗൂഢാലോചനയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ വ്യക്തത ഉണ്ടാവേണ്ടത്. ഏതായാലും അവിടുത്തെ ക്ഷേത്ര വിശ്വാസികൾ, ആ വിശ്വാസി സമൂഹം ഒന്നടങ്കം പറയുന്നത് ഇതിന് പിന്നിലൊരു ഇടത് ജിഹാദി ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണ്. അതിന് അവർ കാരണമായിട്ട് പറയുന്നത് ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം മൂകാംബികയും ഉടുപ്പിയും ഒക്കെ പോലെ കർണാടകയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ്. അവിടുത്തെ സ്ഥലമാണ്, ക്ഷേത്ര നഗരിയാണ്. അവിടുത്തെ പ്രശസ്തമായ ക്ഷേത്രമാണ് മഞ്ജുനാഥ സ്വാമി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തെ തകർക്കുക എന്നുള്ളത് അവിടെ ഒരുപാട് ആളുകളുടെ അജണ്ടയാണ്. ഒന്ന് ഭൂമാഫിയാണ്. ഭൂമാഫിയയ്ക്ക് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് കടന്നു കയറാനേ കഴിയാത്ത ഒരു സ്ഥിതി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തേത് അവിടെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കടകമ്പോളങ്ങളും മറ്റുമൊക്കെ ഹിന്ദുക്കൾ ആളുകൾക്ക് മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു നിയമം ഒരു 2 വർഷം മുമ്പ് കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ കഴിയാത്ത മറ്റ് മതവിഭാഗങ്ങളായിരിക്കും ഇതിന് പിന്നിലുള്ള രണ്ടാമത്തെ കാര്യം എന്നുള്ളതാണ് വിശ്വാസികൾ പറയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് മതമൗലികവാദികൾക്കും അതുപോലെ തന്നെ ഈ മതപരിവർത്തന ലോബികൾക്കും ഒന്നും കടന്നു വരാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. കാരണം അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണ നമുക്കറിയാം, രാജ്യത്ത് എവിടെ നോക്കിയാലും ഈ വനവാസി മേഖലകളിലും വളരെ സാമ്പത്തികമായിട്ട് ദുരിതം അനുഭവിക്കുന്ന ഹിന്ദു സമൂഹങ്ങൾക്കിടയിലാണ് എപ്പോഴും ഈ മതപരിവർത്തന ലോബി എത്തി അവരെ മതം മാറ്റുന്നത് ഉൾപ്പെടെ അരിയും പയറും ഒക്കെ കൊടുത്തോ അതല്ലെങ്കിൽ മറ്റ് പല പ്രലോഭനങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആശുപത്രിക്ക് മറ്റു പണം ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നൽകിയാണ് രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും ഹിന്ദു സമൂഹങ്ങളെ ഈ മതപരിവർത്തന ലോബികൾ മതം മാറ്റാറുള്ളത്. പക്ഷേ ഈ ധർമ്മസ്ഥലിയിലേക്ക് വരുമ്പോൾ അവിടെ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതും അവർക്ക് ഈ മതപരിവർത്തന ലോബികൾക്ക് തിരിച്ചടിയാവുന്നുണ്ട്. കാരണം ധർമ്മസ്ഥലയിൽ ആർക്കും പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. അവിടെ മിക്ക സമയത്തും ആ ക്ഷേത്രത്തിൽ തന്നെ അന്നദാനം നൽകുന്നുണ്ട്. എപ്പോഴും ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ ക്ഷേത്ര നഗരിയിൽ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല അവർക്കൊന്ന് ഉറങ്ങണമെങ്കിൽ സൗജന്യമായിട്ട് ഉറങ്ങാൻ വേണ്ടിയുള്ള മുറികൾ അവിടെ അവൈലബിൾ ആണ്. ഒപ്പം തന്നെ അരുൺ, ധർമ്മസ്ഥലയിലെ വ്യാജ പ്രചാരണങ്ങൾ, കള്ളങ്ങളെല്ലാം പൊളിച്ചടുക്കുന്നതാണ്
അരുൺ ആലത്തൂർ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരുന്ന റിപ്പോർട്ടുകൾ, അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ, എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരം വെളിപ്പെടുത്തലുകൾ തുടരും, അന്വേഷണങ്ങൾ നടക്കും എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ധർമ്മസ്ഥലയിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് വിശ്വാസികൾ. ക്ഷേത്രത്തെ തകർക്കാനായി ഇടത് ഇസ്ലാമിക മതമൗലികവാദികൾ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. സമീർ MD എന്ന യൂട്യൂബറുടെ പങ്ക് ഉൾപ്പെടെ അന്വേഷിക്കണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത്. നടന്ന സംഭവ വികാസങ്ങളിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ള ആരോപണം വലിയ രീതിയിൽ ശക്തമാവുകയാണ്. അതിൽ തന്നെ ചില ഇടത് ജിഹാദി ശക്തികളാണ് ഇതിന് പുറകിൽ എന്നുള്ളൊരു ആരോപണവും ഉയരുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോൾ ഈ ധർമ്മസ്ഥലയിലെ ഒരു വിഭാഗം നാട്ടുകാരും പ്രദേശവാസികളായ ആളുകളും കച്ചവടക്കാരും ഒക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ಷಡ್ಯಂತ್ರ ಇದೆಯಾ ಇದರಲ್ಲಿ? ಏನು ಅಂದರೆ ಬರೀ ಷಡ್ಯಂತ್ರ ಇದೆ ಅಷ್ಟೇ. ವೀರೇಂದ್ರ ಹೆಗ್ಗಡೆ ಅವರ ಮೇಲೆ ಷಡ್ಯಂತ್ರ ಇದೆ. ಮತ್ತು ಈ ಮಂಜುನಾಥ ಸ್ವಾಮಿ ಆ ದೇವ್ರನ್ನ ಏನು ಅಂದರೆ ಇದರಲ್ಲಿ ಈ ದೇವ್ರನ್ನ ಇದೆ ಅನ್ನೋದು ಪ್ರೂವ್ ಆಗೋಕ್ಕೆ ಇದನ್ನು ಷಡ್ಯಂತ್ರದಿಂದ ಏನೋ ಒಂದು ಇದು ಮಾಡ್ತಿದ್ದಾರೆ. ക്ഷേത്രത്തെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വലിയ രീതിയിൽ ഇവിടെ ഈ ഒരു ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ശരിയാ. എന്ന് വെച്ചാൽ ഇപ്പോൾ മുസ്ലിംസ് എന്താ സമീർ എന്ന് പറഞ്ഞവൻ അവൻ വീഡിയോ ഒക്കെ ചെയ്ത് ഇതിനെക്കുറിച്ചൊക്കെ എന്താ തെറ്റായ ഇതൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ അവൻ ഇവിടുത്തെ ആവശ്യം എന്നുണ്ട്, ഇത് ഹൈന്ദവ ക്ഷേത്രമാണ്, ഇതിനെക്കുറിച്ചിട്ട് അവൻ എന്താ സംസാരിക്കുന്നത്? അവൻ നാട്ടിൽ പോയി അവിടുത്തെ കാര്യം നോക്കിയാൽ പോരെ. ഇവിടെ ഒരു പ്രശ്നവുമില്ല ശരിക്കും നോക്കാൻ പോയെങ്കിൽ. ഞാനിപ്പോൾ 18 വർഷമായിട്ട് ഞാനിവിടെ ഡ്രൈവറാണ്. അപ്പോൾ ഇവിടെ എന്താ ഈ ഹൈന്ദവ ക്ഷേത്രത്തിൽ മുസ്ലിംസ് അവരൊക്കെ കുറവാണ്. എന്ന് വെച്ചാൽ ഇത് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം ഈ എന്താ ഡ്രൈവിംഗ് ആവട്ടെ, ഡ്രൈവറാവട്ടെ, ഒരു കടയാവട്ടെ ഹിന്ദുക്കൾക്ക് മാത്രം കൊടുക്കുന്നത് ഇവിടെ. അപ്പോൾ അതൊക്കെ ഇവർക്കൊരു പ്രശ്നമാണ്. പക്ഷേ ഇവർ ഈ മനാഫും പിന്നെ ഈ സമീറൊക്കെ ഇവിടുത്തെ കുറിച്ച് എന്താ ഇവിടെ മറ്റേ സ്കെലിറ്റൺ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. 14 വയസ്സിൻ്റെ 18 വയസ്സിൻ്റെ ഇവിടെ എന്താ കൊന്നിട്ടുണ്ട്, മലയാളികളുണ്ട്. ഇപ്പോൾ ഞാൻ മലയാളിയാണ്, ഞാൻ ഇത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്, അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല ഇവിടെ. അപ്പോൾ ഇവർ ചുമ്മാ പറയുന്നതാണ്. പക്ഷേ ഇവരുടെ പുറകിൽ ഏതോ ഒരു എന്താ വലിയ ശക്തിയുണ്ട് ഇവർക്ക് ഫണ്ടിങ് ചെയ്യുന്നത്. ഈ PFI പിന്നെ എന്താ അതുപോലത്തെ സംഘടനകളൊക്കെ ഇവർ ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അതിനെ കണ്ടുപിടിക്കണം. NIA അത് എന്തെങ്കിലും കൊടുത്തിട്ട് അവർ ഇതിനെക്കുറിച്ചിട്ട് കണ്ടുപിടിക്കണം. അല്ലാതെ വേറെ ഇവിടെ ഒരു പ്രശ്നമൊന്നുമില്ല. ഈ മനാഫ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ അന്വേഷണം വേണമെന്നുള്ളത് വേണം, ഉറപ്പായിട്ടും വേണം. എന്ന് വെച്ചാൽ അവന് ഇതിനെക്കുറിച്ചിട്ട് ഒന്നും അറിയില്ല. അവന് ധർമ്മസ്ഥലം എന്ന് വെച്ചാൽ ഒന്നും അറിയില്ല. അവനെ ചിലർ ഇവിടെ വരിച്ചു വരുത്തിയിട്ട് അവൻ കേരളക്കാരെന്നല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ന്യൂസ് കൊടുത്തെങ്കിൽ ഈ ക്ഷേത്രത്തിനെ നശിപ്പിക്കാൻ പറ്റും, ഗവൺമെൻറ് ആക്കാൻ പറ്റും. ഗവൺമെൻറ് ആയെങ്കിൽ കാശൊക്കെ എവിടെ പോകുന്ന അറിയാം, ಕೇರಳക്കാർക്ക് അറിയാം അത് നന്നായിട്ട്. അപ്പോൾ അതിനുള്ള ಪರಿವಾಡಿಯೇ ಇವರೇ. ವಾಟ್ ಡು ಯು ಥಿಂಕ್ ಅಬೌಟ್ ಇಟ್? ನೋಡಿ, ಎಂತ ಹೇಳೋದು ಅಂತ ಇದ್ರೆ, ಈಗ ನಾವೀಗ ದುಡಿದ್ರೆ ಸಹ ನಮಗೆ ಸಾಲ ಆಗ್ತಾ ಉಂಟು. ಯಾಕಂದರೆ ದುಡ್ಡು ಉಳಿಯುವುದಿಲ್ಲ. ಏನೂ ಮಾಡದೆ ಬೇಕಾಬಿಟ್ಟು ಇದೇ ಅಪಪ್ರಚಾರ ಮಾಡಿಕೊಂಡು ಇದು ಮಾಡ್ಕೊಂಡಿದ್ದಾರೆ, ವಿಡಿಯೋ ಮಾಡಬೇಕು, ಅವರಿಗೆ ದುಡ್ಡು ಎಲ್ಲಿಂದ? ಈಗ ನಮಗೆ ಎಂತ ಕಾಣ್ತದೆ ಅಂತ ಹೇಳಿದ್ರೆ, ವಿದೇಶದಿಂದ ಫಂಡ್ ಬರ್ತುಂಟು, ಬೇಕಾದಷ್ಟು ಫಂಡ್ ಬರ್ತುಂಟು. ಈ ಕಮ್ಯುನಿಸ್ಟ್ ಆಗಿರ್ಬೋದು, ಬೇರೆ ಯಾವುದು ದೇಶ ವಿರೋಧಿಗಳು ಯಾರೆಲ್ಲ ಇದ್ದಾರಲ್ಲ ಅಂಥ ಸಂಘಟನೆಗಳಿಂದ ದುಡ್ಡು ಬರ್ತುಂಟು. ಸರ್ಕಾರದವರು ಎಂತ ಮಾಡಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ, ಮೊದಲು ಅದನ್ನು ತನಿಖೆ ಮಾಡಬೇಕು. ಯಾಕೆಂತ ಹೇಳಿದರೆ, ಈಗ ನಾವು ದುಡ್ಡಿದ್ರೆ ಸಹ ನಮ್ಮ ಕೈಯಲ್ಲಿ ದುಡ್ಡು ಉಳಿಯೋದಿಲ್ಲ, ಖರ್ಚು ಅಷ್ಟುಂಟು. ಈಗ ಅದು ಅಕ್ಕಿ ರೇಟ್, ಪೆಟ್ರೋಲ್ ರೇಟ್ ಆಗಿರ್ಬೋದು, ಎಲ್ಲದಕ್ಕೂ ರೇಟ್ ಜಾಸ್ತಿ ಆಗಿದೆ. ಅದೆಲ್ಲ ನಮಗೆ ಸಹ ಹಾಗೆ, ಅವರಿಗೆ ಸಹ ಹಾಗೆ ಅಲ್ಲ. ಆದರೆ ಅವ್ರ ಹತ್ರ ಇನ್ನೂ ಸಹ ದುಡ್ಡು ಆಗ್ತಾ ಉಂಟು ಅಂತ ಹೇಳಿದರೆ ಎಂತ ಸುಮ್ಮನೆ ಖಾಲಿ ವಿಡಿಯೋ ಮಾಡ್ತಾರೆ ಬಿಡ್ತಾರೆ ಅಂತ ದುಡ್ಡು ಬರ್ತುಂಟಲ್ಲ, ಅವರಿಗೆ ದುಡ್ಡು ಆಗ್ತುಂಟು. ಹೇಗೆ ಆಗುದು? ಖಾಲಿ ವ್ಯೂಸ್ ಲೈಕಿಂದ ಅಷ್ಟು ದುಡ್ಡು ಆಗುದಿಲ್ಲ, ನಮಗೆ ಸಹ ಗೊತ್ತುಂಟು. ಅದಲ್ಲದೆ ವಿದೇಶದಿಂದ ಫಂಡ್ ಸಹ ಬರ್ತುಂಟು. ಇದರ ಬಗ್ಗೆ ಎಂತ ಹೇಳಿದ್ರೆ, NIA ಇಲ್ಲದೆ ED ತನಿಖೆ ಮಾಡಬೇಕು ಅಂತ. ಯಾಕಂದರೆ ಅವ್ರದ್ದು ಸಹ ಆಸ್ತಿಗಳ ವಿವರ ತೆಗಿಬೇಕು. ಇಷ್ಟು 1 ವರ್ಷದಲ್ಲಿ ಎಷ್ಟಾಯಿತು, ಈ ವಿಡಿಯೋ ಮಾಡಿದ ಮೇಲೆ ಎಷ್ಟಾಯಿತು. ಸಮೀರ್ MD ಈಗ ಅವನು ಮೊನ್ನೆ 40 ಲಕ್ಷದ ಕಾರ್ ತಗೊಂಡಂತೆ. ಹೇಗೆ 40 ಲಕ್ಷದ ಕಾರ್? ನಾವೀಗ 10-12 ವರ್ಷದಿಂದ ದುಡ್ಡು ನಾವು ಸಾಲದಲ್ಲಿ ಇದ್ದೇವಲ್ಲದೆ ದುಡ್ಡು ಮಾಡಲಿಕ್ಕೆ ಆಗ್ತಿಲ್ಲ. ಈಗ ಹಾಗೆ ಉಂಟು ಸಿಚುವೇಶನ್. ಎಲ್ಲ ರೇಟ್, ಪೆಟ್ರೋಲ್ ರೇಟ್ ಅದು ಇದೆಲ್ಲ ಅಷ್ಟು ಜಾಸ್ತಿ ಆಗಿದೆ. ಅದೆಲ್ಲ ಇದ್ದು ಸಹ ಈ ಥರ ಖಾಲಿ ಒಂದು ವಿಡಿಯೋ ಮಾಡಿ ದುಡ್ಡು ಮಾಡ್ತಾರೆ ಅಂತಂದರೆ ಅದು ಹೇಗೆ ಅಂತ ಆಗಬೇಕಲ್ಲ. ಜನಗಳು ಅದನ್ನು ಅರ್ಥ ಮಾಡಬೇಕು. ಯಾಕೆಂದರೆ ಧರ್ಮಸ್ಥಳವನ್ನು ಮುಗಿಸಿದರೆ ಎಷ್ಟೋ ದೇವಸ್ಥಾನ ಜೀರ್ಣೋದ್ಧಾರ ಆಗೋದು ಕಮ್ಮಿ ಆಗ್ತದೆ. ಯಾಕಂತ ಹೇಳಿದರೆ ಧರ್ಮಸ್ಥಳ ಗೌರ್ಮೆಂಟ್ ಅದು ಜೀರ್ಣೋದ್ಧಾರ ಧರ್ಮಸ್ಥಳದೇ ಮಾಡೋದಿಲ್ಲ. ಈಗ ಸುಬ್ರಹ್ಮಣ್ಯದಲ್ಲಿ ಅಷ್ಟು ದುಡ್ಡು ಆಗ್ತದೆ, ಇದಾಗ್ತದೆ, ಗೌರ್ಮೆಂಟ್ ಆಗಿದೆ, ಸುಬ್ರಹ್ಮಣ್ಯವನ್ನೇ ಮೇಂಟೈನ್ ಮಾಡೋದಿಲ್ಲ. ಯಾಕಂದರೆ ದುಡ್ಡೆಲ್ಲ ಬೇರೆ ಇಲಾಖೆಗೆ ಹೋಗ್ತದೆ. ಹಾಗೆ ಧರ್ಮಸ್ಥಳವನ್ನು ಮುಗಿಸಿದರೆ ವರ್ಷ ಎಷ್ಟೋ ದೇವಸ್ಥಾನ ಜೀರ್ಣೋದ್ಧಾರ ಆಗೋದು, ಅಲ್ಲೋ ಎಷ್ಟೋ ಶಾಲೆಗಳಿಗೆ, ಕೆಲವು ಎಂಥ ಸಂಘಟನೆಗಳಿಗೆ, ಕೆರೆ ಆಗಿರ್ಬೋದು, ಇಲ್ಲಿ ಸ್ವಾವಲಂಬಿ ಜೀವನ ಮಾಡುವ ಇವರಿಗೆ
ಮಹಿಳೆಯರಿಗೆ ಸಾಲ ಕೊಡೋದಾಗಿರ್ಬೋದು ಅದನ್ನೆಲ್ಲ ನಿಲ್ತದೆ. ಆಗ ಹಿಂದೂ ಸಮಾಜವನ್ನು ಮುಗಿಸಬೇಕು ಅಂತ ಹೇಳುವ ಹುನ್ನಾರ ಇವ್ರದ್ದು ಅಷ್ಟೇ. അതുതന്നെയാണ് ഈ ഫണ്ടിങ് ഉൾപ്പെടെ അന്വേഷിക്കണം എന്നുള്ള ഈ സമീർ ഐഡിയും ഒക്കെ സംബന്ധിച്ച മനാഫിനെ സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ അന്വേഷണം വേണമെന്നുള്ളതാണ് നിങ്ങൾ ഈ നാട്ടുകാരി ആവശ്യമില്ല. അതെ, ഇവന്മാർ പറയുന്നതൊക്കെ വെറുതെയാണ്. ഇവന്മാർ ഈ അമ്പലത്തിന് ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ ഒരു 15-20 ദിവസത്തിലിപ്പുറം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം വെറുതെയാണ്. ഇതിന് ബാക്കിൽ കുറേ ആൾക്കാരുണ്ട്. ഷമീർ ആവട്ടെ മനാഫ് ആവട്ടെ ഇവർക്ക് വേറെ ഏതോ രീതിയിൽ ഫണ്ടിങ്ങെല്ലാം പറയുന്നുണ്ട്. അതിന് മുമ്പ് ഈ സർക്കാർ ഇവിടുത്തെ ഗവൺമെൻറ് അതിന് മുമ്പ് ഇവർക്ക് എവിടുന്ന പൈസ ഇത് ഫണ്ടൊക്കെ വരുന്നത് ഇതെല്ലാം നോക്കിയിട്ട് ഇവന്മാരെ എന്തെന്ന് അതിന് മുമ്പാണ് ഇവർ സർക്കാർ ഇവർക്ക് വേണ്ടതുപോലെ ചെയ്യാൻ. നിങ്ങളിവിടെയുള്ള കച്ചവടക്കാരെ അതുപോലെ തന്നെ ഡ്രൈവർമാരെ അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ സംഭവങ്ങൾ ബാധിക്കുന്നുണ്ടല്ലേ? അതായത് നിങ്ങൾക്കൊക്കെ സാമ്പത്തികപരമായിട്ടുള്ള അല്ലെ ആളുകൾ ഇപ്പോൾ ഇവന്മാർ ഈ TV ന്യൂസിൽ കേരളത്തിൽ ഇങ്ങനെ ചാനലൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഈ കുറച്ച് ആൾക്കാർ വരുന്നത് കുറച്ച് കുറവായിട്ട് നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ഇതായിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈവർമാർക്ക് ഇവിടെ പണിയെടുക്കുന്നവർക്കും എല്ലാം അതുതന്നെയാണ്. ഏതായാലും ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം വേണം എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്നത്. കാരണം ഇതിലെ സാമ്പത്തിക സ്രോതസ് ഈ ഇത്തരത്തിൽ നിരന്തരം വീഡിയോ ചെയ്യുന്നതിനും മറ്റുമൊക്കെ ആയി എത്തിയ കേരളത്തിൽ നിന്ന് എത്തിയ മനാഫ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം വേണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കാരണം ഇതിന് പിന്നിലൊരു ഇസ്ലാമിക ശക്തി ഉണ്ടോ എന്ന് തങ്ങൾക്ക് ബലമായ സംശയമുണ്ട്. ഒരു വിദേശ ഫണ്ടിങ് ഇതിൻ്റെ പുറകിലുണ്ടോ എന്നുള്ള ശക്തമായ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ NIA-യോ ED-യോ ഒക്കെ ഈ വിഷയത്തിൽ അന്വേഷിക്കണം എന്നുള്ള ആവശ്യമാണ് ഇവിടുത്തെ ജനങ്ങളും ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ ഉടുപ്പിയിൽ നിന്നുള്ള MP-യും സമാന രീതിയിലുള്ള ആവശ്യവുമായി അമിത്ഷായെ സമീപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇവിടുത്തെ ജനങ്ങൾ തന്നെ സമാന ആരോപണവുമായിട്ട് രംഗത്തെത്തുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, ധന്മസ്ഥല. ഇടവേള. ഇന്ന് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും നവോത്ഥാന നായകനും കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സ്ഥാപകനുമായ K. കേളപ്പന്റെ 136ാം ജന്മദിനം. ഇന്ന് കേരള ഗാന്ധി K. കേളപ്പൻ ജന്മദിനം. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും നവോത്ഥാന നായകനും കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സ്ഥാപകനുമായ K. കേളപ്പൻ 1889 ഓഗസ്റ്റ് 24-ന് കോഴിക്കോട് കൊയിലാണ്ടിയിൽ മുചകുന്ന് എന്ന ഗ്രാമത്തിൽ ജനിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി, വിദ്യാഭ്യാസ വിചക്ഷണൻ, സാമൂഹിക പരിഷ്കർത്താവ്, പത്രപ്രവർത്തകൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വം. ഗാന്ധിയൻ ആദർശങ്ങൾ കൊണ്ടും സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ടും കേരള ഗാന്ധി എന്നറിയപ്പെട്ട ഗാന്ധിയൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിയമലംഘന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹ സമരം ആരംഭിച്ചപ്പോൾ പയ്യന്നൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പജിയാണ്. മഹാത്മാഗാന്ധി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് കേളപ്പജിയെയാണ്. കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ മുഖമുദ്രയായ വൈക്കം, ഗുരുവായൂർ സത്യാഗ്രഹങ്ങൾക്ക് നേതൃത്വം നൽകി കേളപ്പജി കേരളത്തിലെ നവോത്ഥാന നായകനായി മാറി. സമൂഹത്തിലെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടിയും അദ്ദേഹം പ്രയത്നിച്ചു. തൊട്ടുകൂടായ്മ തുടച്ചു നീക്കാൻ അദ്ദേഹം കഠിന പ്രയത്നം നടത്തി. സാധാരണക്കാരുടെ ഉന്നമനത്തിനായി നിരന്തരം അദ്ദേഹം പ്രവർത്തിച്ചു. സ്വദേശി പ്രസ്ഥാനത്തിന്റെ മുൻനിര പ്രവർത്തകനായിരുന്ന അദ്ദേഹം ഖാദിയും ഗ്രാമവ്യവസായങ്ങളുടെ വികസനത്തിനും അക്ഷീണം പ്രയത്നിച്ചു. 1942-ലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചു. നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച് കേരള സംസ്ഥാന രൂപീകരണത്തിന് അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. 1952-ൽ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിലെ ഭൂദാന പ്രസ്ഥാനങ്ങളിലും കേളപ്പജി സജീവമായിരുന്നു. മലബാർ മാപ്പിള കലാപത്തിനെതിരെ നിലപാടുകൾ എടുത്തതും മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുകയാണെന്ന് വിമർശനം ഉയർത്തിയതും കേളപ്പജിയാണ്. അതിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ അദ്ദേഹം മുൻനിരയിൽ പ്രവർത്തിച്ചു. 1968-ൽ അങ്ങാടിപ്പുറം തളിക്ഷേത്രം പുനരുദ്ധരിക്കാൻ മുന്നിട്ടിറങ്ങിയതുമെല്ലാം കേളപ്പജിയുടെ പ്രവർത്തനങ്ങളിലെ നാഴിക കല്ലുകളാണ്. EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ഇടതു സർക്കാരിന്റെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ക്ഷേത്ര പുനർനിർമ്മാണത്തിനായി കേളപ്പജി സത്യാഗ്രഹം അനുഷ്ഠിച്ച് വിജയം കൈവരിച്ചു. 1971 ഒക്ടോബർ 7-ന് കേരള ചരിത്രത്തിലെ മഹാനായ നവോത്ഥാന നായകൻ കേളപ്പജി ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ജനം TV-യുടെ ശതകോടി പ്രണാമം. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ.
പുത്തൻപുലരി 1 മണിക്കൂർ ആകുമ്പോൾ ഈ മണിക്കുള്ള തലക്കെട്ടുകൾ നോക്കി വരാം. News headlines brought to you by Happy Jams. Happy keeps everybody happy. ധർമ്മസ്ഥലയിലെ കള്ളങ്ങൾ പൊളിയുന്നു. ചിന്നയെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. ശുചീകരണ തൊഴിലാളിക്ക് മാവോയിസ്റ്റ് ബന്ധമെന്ന് സൂചന. ക്ഷേത്രം തകർക്കാൻ ഇടത് ഇസ്ലാമിക മതമൌലികവാദികളുടെ ഗൂഢാലോചനയെന്ന് വിശ്വാസികൾ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്കായി സമ്മർദ്ദം ശക്തം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാജി വേണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതൃത്വം. പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ സംഘടനകൾ. വേടനെക്കുറിച്ചുള്ള പാഠഭാഗത്തിൽ വിശദീകരണം തേടി VC. കേരള സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങൾ ഉടൻ മറുപടി നൽകണം. ലൈംഗികാരോപണ കേസിൽ കിരൺദാസ് മുരളിയെ പിടികൂടാതെ പോലീസ്. വീണ്ടും ദേവസ്വം ബോർഡുകൾക്ക് മുന്നറിയിപ്പുമായി ഹൈക്കോടതി. ക്ഷേത്ര പരിസരം രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് ഉപയോഗിക്കരുത്. അന്തിമ ഉത്തരവ് പുറത്ത്. ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ലെന്നും കോടതി. പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ജമ്മുകശ്മീരിൽ. കിഷ്ത്വാറിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും. ജമ്മുകശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങളും പരിശോധിക്കും. ഇത് സർക്കാരിന്റെ സൊമാലിയ. ശിശുക്ഷേമ സമിതിയിലെ കുട്ടികൾക്ക് രോഗബാധ തുടർക്കഥ. പോഷകാഹാരക്കുറവ് കാരണം പ്രതിരോധശേഷി കുറയുന്നുവെന്ന ആക്ഷേപം. സ്ഥിരം ഡയറ്റീഷ്യനെ നിയമിക്കണമെന്ന ശുപാർശ തള്ളി ആരോഗ്യവകുപ്പ്. ജനം ബ്രേക്കിംഗ്. ഗുരുവായൂർ ക്ഷേത്രകുളത്തിന്റെ റീൽസ് ചിത്രീകരണത്തിൽ കൈകഴുകി പോലീസ്. ദേവസ്വം ബോർഡ് നൽകിയ പരാതിയിൽ കേസെടുത്തില്ല. വിഷയം ഗൌരവത്തോടെ കാണുന്നില്ലെന്ന ആക്ഷേപം. കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസിന് ജയം. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ തകർത്തത് 9 വിക്കറ്റിന്. ഇന്ന് കാലിക്കറ്റ് ട്രിവാൻഡ്രത്തെയും ബ്ലൂ ടൈഗേഴ്സ് കൊല്ലത്തെയും നേരിടും. ക്രിക്കറ്റ് ആവേശത്തിൽ കേരള ക്രിക്കറ്റ് ലീഗിൽ തുടർച്ചയായ 2ാം വിജയവുമായി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. 34 റൺസിനാണ് ആലപ്പി റിപ്പിൾസിനെ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ആലപ്പി റിപ്പിൾസ് 19.2 ഓവറിൽ 149 റൺസിന് ഓൾ ഔട്ടായി. കൊച്ചിക്ക് വേണ്ടി 4 വിക്കറ്റ് വീഴ്ത്തിയ മുഹമ്മദ് ആഷിഖാണ് കളിയിലെ താരം. കൊച്ചിയുടെ വിജയത്തിൽ നിർണായകമായ പ്രകടനമായിരുന്നു വിനൂപ് മനോഹരൻ നടത്തിയത്. ബാറ്റ് കൊണ്ട് അർദ്ധ സെഞ്ചുറിയും പന്ത് കൊണ്ട് 1 വിക്കറ്റും നേടി ഈ ഓൾറൗണ്ടർ. വിനൂപിനൊപ്പം നിഖിൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരള ക്രിക്കറ്റ് ലീഗിൽ തങ്ങളുടെ 2ാം ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. ഇന്നത്തെ മത്സരത്തിൽ നിർണായകമായത് വിനൂപ് മനോഹരൻ്റെ അർദ്ധ സെഞ്ചുറി പ്രകടനം. അതെടുത്ത് പറഞ്ഞേ മതിയാവൂ. ഇപ്പോൾ വിനൂപ് തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വിനൂപ്, ഇന്നൊരു 60 റൺസിന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റി. ടീമിനെ 2ാമത്തെ വിജയത്തിലേക്ക് നിർണായകമായത് ആ സ്കോറിംഗ് തന്നെയായിരുന്നു. അതെ, തീർച്ചയായും ബാറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു വിക്കറ്റ്. അപ്പം പക്ഷേ ഞാൻ എൻ്റെ ഇൻസ്റ്റിങ്നെയും എല്ലാം ട്രസ്റ്റ് ചെയ്ത് ഞാൻ കളിച്ചു. അപ്പം നല്ലപോലെ പിന്നെ ചെയ്യാൻ പറ്റി. പവർ പ്ലേയിൽ നല്ലപോലെ റൺസ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം നല്ലപോലെ ചെയ്യാൻ പറ്റി. അത് തന്നെ. അതുപോലെ തന്നെ നിർണായകമായ മറ്റൊരു കാര്യം അക്ഷയുടെ വിക്കറ്റായിരുന്നു. അതും വിനു തന്നെ സ്വന്തമാക്കി. അതെ, അതപ്പം കളിക്കാൻ നേരത്ത് എന്താണ്, അതൊരു വാശിയാണ്. എടുക്കണം, ആ ഒരു ക്രഞ്ച് സിറ്റുവേഷനിൽ എടുക്കാൻ വേണ്ടി തോന്നി. അപ്പം നല്ലപോലെ ഇംപ്രസ്. അപ്പോൾ അത് തന്നെ നല്ലപോലെ അറിയാൻ പറ്റി. ആ ക്രൂഷ്യൽ വിക്കറ്റ് എടുക്കാനും പറ്റി. അത് തന്നെ. സഞ്ജുവിനെ പോലെ എക്സ്പീരിയൻസ് ഉള്ളൊരു താരം ടീമിലുണ്ട്. അത് എത്രത്തോളം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ട്? പിന്നെ സഞ്ജു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബ്രാൻഡ് തന്നെയാണ് ഇപ്പം കേരളത്തിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയർ വന്ന് ടീമിൽ ഇരിക്കാൻ നേരത്ത് ഫുൾ ടീമിൻ്റെ അറ്റ്മോസ്ഫിയർ തന്നെ മാറും. ഫുൾ കോൺഫിഡൻസ് ആവും. എല്ലാവരുടെ ബെസ്റ്റ് ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങും. ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 മാച്ച് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഫീൽഡിലെ അറ്റ്മോസ്ഫിയർ, പിള്ളേരുടെ ഒരു ഇൻറ്റൻസിറ്റി, ഇറ്റ് ഈസ്
ഓൺ എ ഹൈ ലെവൽ, അപ്പം ഹൈ ഇൻറ്റൻസിറ്റി. അപ്പം അത് സഞ്ജുവിൻ്റെ ഉറപ്പായിട്ടും സഞ്ജുവിൻ്റെ ഒരു ഇത് തന്നെ ഉണ്ട്, പ്രസൻസ്. സാലി എന്ന് പറയുന്ന നായകൻ എങ്ങനെയുണ്ട്? ഓ ഈസ് വെരി സ്വീറ്റ് ആൻഡ് ഈസ് വെരി വോട്ട് യു സേ ഈസ് വെരി എന്താ പറയുക, വെരി കാം. ബട്ട് ഉള്ളിൽ ആ ഫയർ ഉണ്ട്, വെരി കാം ബട്ട് ഉള്ളിൽ ഫയർ. അതാണ് കഴിഞ്ഞ മാച്ചൊക്കെ കാണുന്നത്, അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. അത് ആസ് എ ക്യാപ്റ്റൻ ഈസ് ഡൂയിങ് എ വെരി ഗുഡ് ജോബ് ഐ ഗെസ്. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എന്തായാലും നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത് വിനൂപ് മനോഹരനാണ്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എം നിഖിൽകുമാർ, ജനം. തുടർച്ചയായ രണ്ടാം ജയം സ്വന്തമാക്കിയതിന്റെ സന്തോഷത്തിലാണ് കൊച്ചിയുടെ പരിശീലകൻ റൈഫി ഗോമസ്. വിജയം തുടരാൻ പ്രയത്നിക്കുമെന്നും റൈഫി ജനം ടിവിയോട് പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തങ്ങളുടെ രണ്ടാം വിജയം അതും ആധികാരികമായി സ്വന്തമാക്കിയിരിക്കുകയാണ്. ടീമിൻ്റെ പരിശീലകനായിട്ടുള്ള റൈഫി വിൻസെൻ്റ് ഗോമസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. റൈഫി, ആധികാരികമായി തന്നെ രണ്ടാം ജയം. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. രണ്ട് മത്സരത്തിലും ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ ടീം തിളങ്ങുന്ന ഒരു കാഴ്ച. ഇതിൻ്റെ ഇപ്പോഴാണ് നമ്മൾ ഗ്രൗണ്ടിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു പെർഫോമൻസ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പറേഷൻ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഓപ്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെയാണ് നമ്മുടെ ക്യാമ്പെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ്, ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ് നമുക്കിവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമ്മൾ തമ്മിൽ ഈ പരിശീലകരോട് സംസാരിച്ചപ്പോൾ റൈഫി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ചോദിച്ചിരുന്നു സഞ്ജു ടീമിന് നിർണായകമാകുമെന്ന്. അപ്പോൾ റൈഫി പറഞ്ഞു സഞ്ജു മാത്രമല്ല, നിങ്ങൾക്ക് കളത്തിൽ അത് കാണാൻ സാധിക്കുമെന്ന്. അത് ശരിക്കും അക്ഷരത്തിൽ ശരിവെക്കുന്ന ഒരു പ്രകടനം തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ ഒരു സീസണിൽ സഞ്ജു നമ്മുടെ ടീമിലേക്ക് വരണം എന്നുള്ള ഏറ്റവും വലിയ ഡ്രീം ആൻഡ് വിഷനായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ ഓണറായ സുഭാഷ് ജി മാനുവലിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും. അപ്പോൾ സഞ്ജു ടീമിലേക്ക് വരുമ്പോൾ നമുക്ക് ബാക്കി ചലഞ്ചസ് ഉണ്ട്. ബാക്കിയുള്ള ആ ഒരു പേഴ്സിലാണ് നമുക്ക് ടീം ബിൽഡ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു 15 പുലിക്കുട്ടികളെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കൂടാതെ എടുത്തതിന് ശേഷം കൃത്യമായിട്ടുള്ള ആ ഒരു പരിശീലനം അല്ലെങ്കിൽ ആ ഒരു പ്രിപ്പറേഷൻ. ബട്ട് വി സ്റ്റേ ഹംബിൾ. കാരണം ഇത് കുട്ടി ക്രിക്കറ്റാണ്, നമുക്കറിയാം. ഓരോ ദിവസവും കൃത്യമായിട്ട് ആ പ്രോസസ്സും ആ ഒരു ഫോർമുലയും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോഴാണ് ഇതുപോലത്തെ റിഫ്ലക്ഷൻസ് നമ്മൾ കണ്ടു തുടങ്ങുന്നത്. ഇന്നത്തെ മത്സരത്തിൽ വിനൂപിൻ്റെ ആഷിഖ് ഒപ്പം ആസിഫ്, ഇവർ മൂന്നുപേരുടെ പ്രകടനം നിർണായകം. ഒരു സംശയമില്ല. എല്ലാ മാച്ചിലും ഓരോ പുതിയ ആൾക്കാർ അല്ലെങ്കിൽ വീണ്ടും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ ഒരു വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമുക്ക് ഓരോ വ്യക്തികളെയും മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട പരിശീലനവും അല്ലെങ്കിൽ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള പ്രകടനങ്ങൾ അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളതിൽ വലിയൊരു എക്സാമ്പിൾ തന്നെയാണത്. എന്തായാലും വരുന്ന മത്സരത്തിൽ ഇനിയും വിജയം തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എം നിഖിൽകുമാർ, ജനം. എസ്എല്ലിൽ ഇന്നലത്തെ രണ്ടാം മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ 9 റൺസിന് തോൽപ്പിച്ച് തൃശൂർ ടൈറ്റൻസ്. ടൂർണമെന്റിൽ ടൈറ്റൻസിന്റെ തുടർച്ചയായ രണ്ടാം വിജയമാണ് ഇത്. ആദ്യം ബാറ്റ് ചെയ്ത തൃശൂർ ടൈറ്റൻസ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസുകൾ നേടി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കാലിക്കറ്റിന് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത്. സീസണിലെ ആദ്യ സെഞ്ചുറിയുമായി തകർത്തടിച്ച അഹമ്മദ് ഇമ്രാന്റെ പ്രകടനമാണ് തൃശൂരിനെ കൂറ്റൻ സ്കോറിലെത്തിച്ചത്. അഹമ്മദ് ഇമ്രാൻ തന്നെയാണ് കളിയിലെ താരവും. ലീഗിലെ ആദ്യ സെഞ്ചുറി നേടിയതിന്റെ സന്തോഷത്തിലാണ് ഇമ്രാൻ. ഈ വിജയം കൂടുതൽ കരുത്ത് നൽകുമെന്ന് ഇമ്രാൻ ജനം ടിവിയോട് പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗിലെ ഈ സീസണിലെ രണ്ടാം സീസണിലെ ആദ്യ സെഞ്ചുറി അത് ഇമ്രാൻ്റെ പേരിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇമ്രാൻ ഒരു തകർപ്പൻ അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ നമ്മോട് പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ സെഞ്ചുറിക്ക് ശേഷവും നമ്മുടെ കൂടെയുണ്ട്. എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്. അതിനെക്കാട്ടി വലിയൊരു വെച്ചാൽ ടീം ജയിച്ചു, അതാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നുന്നു. ഈ സീസണിലെ ആദ്യത്തെ സെഞ്ചുറി ഒന്നുമില്ല, എല്ലാം ദൈവം സഹായിച്ച് നമ്മളുടെ ഹാർഡ് വർക്കും ആ ഒരു ഇതിൻ്റെ ഒരു റിസൾട്ടായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം ദൈവം തരുന്നതാണ്. നല്ലൊരു ബാറ്റിംഗ് വിക്കറ്റ് ആയിരുന്നു. നല്ല വിക്കറ്റായിരുന്നു. നല്ല ബാറ്റിലോട്ട് നല്ലോണം വരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ വിക്കറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ഭയങ്കര നല്ലൊരു വിക്കറ്റായിരുന്നു ബാറ്റ് ചെയ്യാൻ. തുടക്കം മുതൽ പാർട്ണർഷിപ്പുകൾ ഇങ്ങനെ കൃത്യമായി ഇടവേളകൾ വിക്കറ്റ് വീഴുന്നുണ്ടെങ്കിലും പാർട്ണർഷിപ്പ് കൃത്യമായി ബിൽഡ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ആ പാർട്ണർഷിപ്പ് എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നു. എല്ലാവരും കറക്റ്റ് സപ്പോർട്ട് ചെയ്ത്. അവസാനമായപ്പോൾ ഒന്ന് ടെൻഷൻ അടിച്ചോ? മത്സരത്തിൻ്റെ അവസാനമായപ്പോൾ മത്സരത്തിൻ്റെ അവസാനമായപ്പോൾ 2 നോ ബോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടാക്കി. അല്ലാതെ ബാക്കിയെല്ലാം ഓക്കെ. നമ്മളുടെ പയ്യന്മാരെല്ലാം നല്ലോണം ചെയ്തു. പൊളിയായിരുന്നു. സെറ്റ്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എം നിഖിൽകുമാർ, ജനം.
ഈ വിജയം കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണെന്ന് ടൈറ്റൻസ് താരം MD നിധീഷ്. ഇമ്രാനിൽ നിന്ന് ഇനിയും മികച്ച പ്രകടനങ്ങൾ ഉണ്ടാകുമെന്നും നിധീഷ് ജനം ടിവിയോട് പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശ്ശൂർ ടൈറ്റൻസ് രണ്ടാമത്തെ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. തകർപ്പൻ ജയം എന്ന് പറയാം. ഇപ്പോൾ നമ്മോടൊപ്പം തൃശ്ശൂരിൻ്റെ ബോളറായിട്ടുള്ള MD നിതീഷ് ചേരുന്നുണ്ട്. നിതീഷ്, സീസണിലെ രണ്ടാമത്തെ ജയം എന്ത് തോന്നുന്നു? തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ടീം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ടീമിലുള്ള എല്ലാവരും ഹാപ്പിയാണ്. നമ്മളെല്ലാവരും എന്താ പറയുക, വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ട് ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യമാണ്. എല്ലാവരും അതിലുപരി ടീം ജയിക്കുന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം നൽകുന്നത്. മത്സരത്തിൽ നിർണായകമായത് നിതീഷിൻ്റെ 4ാമത്തെ ഓവറാണ്. അവസാനത്തെ ഓവറായിരുന്നു. 6 ഒരു 6 പോയി, ഒരു സിംഗിളും ഉണ്ട്. അപ്പോൾ ഒരു റണ്ണൗട്ട് ഉണ്ടായിരുന്നു, 3 ഡോട്ട് ബോളും. അതാണ് മത്സരത്തിൽ ശരിക്കും നിർണായകമായത്. തീർച്ചയായും ആ ഒരു ഓവർ ശരിക്കും പറഞ്ഞാൽ ക്രൂഷ്യലായിരുന്നു. ആ ഒരു ഓവർ മാത്രമല്ല, വിനോദൻ എറിഞ്ഞ ആ 19ാമത്തെ ഓവറും ലാസ്റ്റ് ഓവറും ക്രൂഷ്യലായിരുന്നു. നമുക്ക് T20 അങ്ങനെ ഇന്ന ഓവറൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു എഫേർട്ട് തന്നെയുണ്ട്. കളക്റ്റീവായിട്ടുള്ള ഒരു ബോളിംഗ് എഫേർട്ടും ഫീൽഡിംഗ് എഫേർട്ടും കൂടി കൊണ്ടാണ് നമുക്ക് ആ ഒരു ടോട്ടൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയത്. അവസാനം ഓവറൊക്കെ ആയപ്പോഴത്തേക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എത്രത്തോളം കാമായിട്ട് നിൽക്കുന്നു അത്രത്തോളം എന്താ പറയുക, നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും കുറച്ചുകൂടി കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത്. ഇമ്രാൻ്റെ ഒരു സെഞ്ചുറി, ഈ സീസണിലെ ആദ്യത്തെ സെഞ്ചുറിയാണ് ഇമ്രാൻ്റെ വക. തീർച്ചയായും വളരെ ഉഗ്രൻ ബ്രില്യൻ ബാറ്റിംഗ് ആയിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം ഒരു ക്ലാസ് ബാറ്റിംഗ് തന്നെയാണ് നമുക്ക് പറയാനായിട്ട്. കാരണം കേരള ക്രിക്കറ്റിലൊരു വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഇമ്രാൻ. അതിൽ യാതൊരു സംശയമില്ല. ഇപ്പോഴാണ് അത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് വരണം. അവസാനമായി നിതീഷ്, എനിക്ക് തോന്നുന്നു ഈ സീസൺ പൂർണ്ണമായും ടീമിനോട് ഉണ്ടാവാൻ സാധ്യതയില്ലാന്ന് തോന്നുന്നു. ഇല്ലില്ല, ഞാൻ ഒരു 8 മാച്ചോടെ മൊത്തം 8 മാച്ച് ഉണ്ടാവുള്ളൂ. 1-ാം തീയതി സൗത്ത് സോണിൻ്റെ മാച്ചസ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകും. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും വിജയത്തിൻ്റെ സന്തോഷത്തിലാണ്, ആത്മവിശ്വാസത്തിലാണ് തൃശ്ശൂർ ടൈറ്റൻസ് ടീമുള്ളത്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം നിഖിൽകുമാർ, ജനം. ഇനി ചെറിയൊരു ഇടവേള. മതപരിവർത്തനത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന ബ്രഹ്മർഷി മോഹൻജി. ഭാരതീയ ദർശനങ്ങളും ആത്മീയതയുമാണ് എക്കാലത്തും ലോകത്തിന് ദിശാബോധം നൽകിയിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. മോഹൻജി ഫൗണ്ടേഷൻ സ്ഥാപകനും ആത്മീയ ഗുരുവുമായ മോഹൻജിയുമായി കോട്ടയത്ത് നിന്ന് മിഥുൻ അയ്യപ്പൻ നടത്തിയ അഭിമുഖത്തിലേക്ക്. നമസ്തേ. 80-ലധികം രാജ്യങ്ങളിൽ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആത്മീയ ചിന്തകളുടെ പ്രചാരണവുമായി സജീവമാണ് മോഹൻജി ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷന്റെ സംഘടനയുടെ നേതൃത്വം മോഹൻജിയാണ് നമ്മോടൊപ്പം ഉള്ളത്. മലയാളിയാണ്. ഒരുപക്ഷെ മലയാളികൾക്ക് അത്രയ്ക്ക് പരിചിതമായി വന്നിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ എന്നിരുന്നാലും വലിയ രീതിയിൽ ഒരു ശിഷ്യന്മാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഒരു ആത്മീയതയുടെയും അല്ലെങ്കിൽ മോഹൻജി നൽകുന്ന ചിന്തകളിലെല്ലാം ആകൃഷ്ടരായി കേരളത്തിലടക്കം നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അറിഞ്ഞത് ജീവിതത്തിലുണ്ടായ ഒരു ദുരനുഭവത്തിൽ നിന്നാണ് പുതിയൊരു മാറ്റം അല്ലെങ്കിൽ വഴി മാറി നടന്നതിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. ഒരുപക്ഷെ അന്ന് ശിരസിൽ കൊളുത്തിയ ഒരു ദീപം അത് ഇപ്പോൾ എത്രത്തോളം പ്രകാശിതമായിട്ടാണ് നിൽക്കുന്നത്? മോള് മരിച്ചിട്ട് 25th ആനിവേഴ്സറിയാണ്. അതൊരു വലിയൊരു കോയിൻസിഡൻസ് ആണ്. അന്നാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതം എന്താണെന്നുള്ള ചോദ്യം വന്നത്. അതിന്റെ ഒരു റിസൾട്ടായിട്ട് ഇപ്പൊ ഇത്രയും കാണുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മെയിനായിട്ട് ലോകത്ത് ഇപ്പൊ ചെയ്യണത് 2 ഓർഗനൈസേഷൻ ഉണ്ട്. ആക്ട് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഓർഗനൈസേഷൻ ഈ 31 രാജ്യത്തുണ്ട്. അത് മെയിനായിട്ട് അന്നദാനം, വസ്ത്രദാനം, അല്ലെങ്കിൽ അങ്ങനത്തെ സപ്പോർട്ട് സർവീസ് മുഴുവൻ ചാരിറ്റി മാത്രം ചെയ്യണം. അത് ഓരോരോ രാജ്യത്ത് അതിന്റെ ആവശ്യമുള്ളത് ചെയ്യുന്നുണ്ട്. പിന്നെ മോഹൻജി ഫൗണ്ടേഷൻ നേരത്തെ അങ്ങ് പറഞ്ഞത്, അത് 19 രാജ്യത്ത് ആക്ടിവിറ്റി ഉണ്ട്. 20 രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡാണ് ഹെഡ് ഓഫീസ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി സെൽഫ് കണക്ഷൻ എന്നുള്ളൊരു പ്രോസസ്സാണ്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തി എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളോട് കണക്ട് ചെയ്യുമ്പോഴാണ്. പുറത്തെ ലോകമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് നമ്മളും ഫ്ലക്ച്വേറ്റഡ് ആവും. പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സ്റ്റെബിലിറ്റി കണക്ട് ചെയ്താൽ പുറത്ത് എന്ത് സംഭവിച്ചാലും നമ്മൾ സ്ഥിരമായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കും. അപ്പോൾ ഇന്റേണൽ സ്റ്റെബിലിറ്റി വന്നാൽ എല്ലാം ഒരുവിധമൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ കോർ ടീച്ചിങ്. അതാണ് മോഹൻജി ഫൗണ്ടേഷൻ ലോകത്ത് ചെയ്യണത്. കൂടുതലും വിദേശത്താണ്, പ്രത്യേകിച്ച് കിഴക്കൻ യൂറോപ്പിലടക്കമുള്ളവർ. നമുക്കറിയാം ഭാരതീയ തത്വചിന്തകളും ആത്മീയ ചിന്തകളുമെല്ലാം വലിയ രീതിയിൽ സ്വാധീനം ലോകത്തെമ്പാടും ചെലുത്തിയിട്ടുണ്ട്. ഈയിടെ വിശ്വഗുരു ഭാരതം എന്നുള്ള നിലയ്ക്ക് ആ ഒരു സ്ലോഗൻ തന്നെ വലിയ രീതിയിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ലോകത്തിന്റെ ആവശ്യകത, ഇപ്പോഴത്തെ ആവശ്യകത അത് തന്നെയാണ് എന്നാണ് തോന്നുന്നത്. ഈ കാലഘട്ടത്തിലല്ല,
ഇത് എപ്പോഴും നിലനിൽക്കും. കാരണം എന്താണെന്നറിയാമോ, ഈ ഗുരു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് മറ്റുള്ള വ്യക്തികളെ മുഴുവൻ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. അതായത് ഞാൻ മാത്രം എന്നല്ല, ഞാൻ ഗുരു എന്നല്ല, എന്നെ എല്ലാത്തിലും കാണാൻ പറ്റുന്നു, എല്ലാവരിലും കാണാൻ പറ്റുന്നു, എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഭാരതം എന്ന് പറഞ്ഞാൽ ഒരു ആക്സെപ്റ്റൻസ് കൾച്ചറുള്ള രാജ്യമാണ്. അതായത് ഭാരതം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റൻഡഡ് ഭാരതം എടുത്തോളൂ. ഇപ്പൊ അഫ്ഗാനിസ്ഥാനും ഒക്കെ കിടക്കണ അന്നൊക്കെ തന്നെ എല്ലാരെയും അഖണ്ഡ ഭാരതം അത് എല്ലാവരും സ്വീകരിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും വേർതിരിച്ചിട്ടില്ല. ഞാൻ കുറച്ച് മേലെ മറ്റൊരു ചെറുതെന്നോ അല്ലെങ്കിൽ തിരിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ കൾച്ചർ ഓഫ് ആക്സെപ്റ്റൻസ് ഒരിക്കലും നശിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വഗുരു എന്നുള്ള സ്റ്റേറ്റസും പോവില്ല. ആരെയും നമ്മൾ ഒരു നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. ഇപ്പോഴത്തെ ഈ സമൂഹം മോശമൊന്നുമല്ല, അവരുടെ കൾച്ചർ വ്യത്യാസമുണ്ട്. അപ്പം നമ്മളൊരു 10 കൊല്ലം മുന്നേ എടുത്തിട്ട് വെച്ച് നോക്കുമ്പോൾ താരതമ്യം ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയാം. ഇപ്പോഴത്തെ ആയിട്ട് എടുക്കണം. ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ്, കുട്ടികൾക്ക് അവരുടെ ലാംഗ്വേജ് പറഞ്ഞേ പറ്റൂ. അപ്പോൾ അത് ഇറ്റ്സ് ഓക്കെ, അത് ഇതിൽ പറഞ്ഞു കൊടുക്കണം. നമുക്ക് ചില ഓർഗനൈസേഷൻ ഉണ്ട്, വേൾഡ് കോൺഷ്യസ് അലയൻസ് ഉണ്ട് അമേരിക്കയിൽ. അത് മുഴുവൻ എന്റർടൈനേഴ്സാണ്, ഹോളിവുഡ് ഫിലിം പ്രൊഡ്യൂസേഴ്സ്, അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ്. അവരുടെ എന്താ വെച്ചാൽ അവരുടെ മീഡിയത്തിൽ കൂടെ അവയർനെസ് കൂട്ടുകയാണ്. അതായത് നന്മ, ദയ, കാരുണ്യം ഒക്കെയുള്ള. അതേപോലെ വേൾഡ് ട്രൈബൽ അലയൻസ് വരുന്നുണ്ട്, അത് UK ബേസ്ഡ് ആണ്. എല്ലാ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റി ലോകത്ത് കൂട്ടിച്ചേർക്കാൻ നവംബറിൽ നമുക്കൊരു മെഗാ പ്രോഗ്രാം വരുന്നുണ്ട് കേപ്പ് ടൗണിൽ, സൗത്ത് ആഫ്രിക്കയിൽ. അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇൻഡിജിനസ് ആൾക്കാരുടെ വിസ്ഡം ഉണ്ടല്ലോ, അത് വലിയ വിസ്ഡമാണ്. അവർക്ക് ഭൂമി അറിയാം, ഭൂമിയുടെ സ്പന്ദനം അറിയാം. അത് നമുക്കറിയാൻ പറ്റില്ല, നമ്മൾ കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ ആരെയും നമുക്ക് ഇപ്പോൾ അവോയ്ഡ് ഓരോരുത്തർക്കും അവരുടെ പ്രസക്തി ഉണ്ട്, ആ പ്രസക്തി റെസ്പെക്ട് ചെയ്താൽ മതി. സങ്കുചിതമായിട്ടുള്ള ഇത്തരം ചിന്തകൾ ഇപ്പോൾ കൂടുതലും ഈ മതപരിവർത്തനമൊക്കെ വലിയ രീതിയിൽ പ്രശ്നമായി വരുന്ന ഒരു കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അതൊരു വലിയ രീതിയിൽ വിവാദമാകുന്നു, അല്ലെങ്കിൽ മതപരിവർത്തനം സംഘടിതമായിട്ടുള്ള മതപരിവർത്തനം ഉണ്ടാകുന്നു. എന്താണ് ആ വിഷയത്തിലൊക്കെ ഒരു നിലപാട്? അത് പൊളിറ്റിക്സ് ബേസ്ഡ് ആണ്. അതല്ലാണ്ട് ഇപ്പം നമ്മൾ എന്തിനാ മതം മാറണത്? ഒരു കാര്യമില്ലല്ലോ. ഇപ്പൊ ഞാൻ ഷർട്ട് മാറിയതുകൊണ്ട് ഞാൻ അല്ലാണ്ടാവണില്ല. വേറൊരു മതത്തിൽ പോയി അത് ഇതിലും ബെറ്ററാ പറഞ്ഞു പോയി, ഒന്നും ബെറ്റർ ഒന്നുമല്ല. നമുക്ക് നമ്മളെ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പുറത്ത് ഏത് ഷർട്ട് ധരിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ഇത് പറയും, ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നാലും പാരീസിൽ ഇരുന്നാലും നമ്മൾ തന്നെയല്ലേ, ഉള്ളിലെന്താണ്? അപ്പൊ ഈ മതപരിവർത്തനം ഞാൻ വളരെ വിഡ്ഢിത്തമായിട്ട് എനിക്ക് തോന്നാറ്. കാരണം എന്തിനു വേണ്ടി മാറണു? അതുകൊണ്ട് എന്ത് നേടി? ഇപ്പൊ ചില ആൾക്കാർ ചിലപ്പോൾ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാറും. അത് ആക്ച്വലി ഇതിലും സില്ലിയാണ്. ഇപ്പൊ നോക്കൂ, നമ്മുടെ ഇപ്പൊ ഈ കൂടെയുള്ള ആൾക്കാർ, എനിക്ക് നല്ലൊരു ഫോളോയിങ് ഇറാനിലുണ്ട്. അവര് പ്രാക്ടീസിങ് മുസ്ലിം അല്ലെങ്കിൽ അതൊക്കെയുള്ള ആൾക്കാരാണ്. പക്ഷെ അവര് വളരെ ഡീപ്പായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. സൗദി അറേബ്യയിലുണ്ട്, പല രാജ്യത്തുണ്ട്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെയും കോൺട്രഡിക്ട് ചെയ്യുന്നില്ല. നമ്മൾ ഒന്നും മാറിയിട്ടൊന്നും ആവാൻ പോണില്ല. ഈ മതം മാറുക എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ട്, എന്നുവെച്ചാൽ എന്തെങ്കിലും പ്രലോഭനം ഉണ്ടാവും, അതല്ല എന്നുണ്ടെങ്കിൽ അറിവില്ല, ഇഗ്നോറൻസ്. ഇത് 2 കാര്യം കൊണ്ടേ ആവുള്ളൂ. അതല്ലെങ്കിൽ മാറേണ്ട കാര്യമില്ല. ഓണനാളുകളിലേക്ക് കടക്കുകയാണ്. മലയാളികൾക്കുള്ള ഒരു ഓണ സന്ദേശം എന്താണ്? നമ്മുടെ ശക്തി നമ്മുടെ സനാതന ധർമ്മമാണ്. നമുക്ക് പല ഏരിയയിൽ ധർമ്മമുണ്ട്. നമ്മുടെ മക്കളോടുള്ള ധർമ്മം, പാരന്റ്സിനോടുള്ള ധർമ്മം, സൊസൈറ്റിയോടുള്ള ധർമ്മം, എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ധാർമ്മികത പുലർത്തിയാൽ, അതായത് സെൽഫിഷ് അല്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല ശക്തി, സമൂഹത്തിനും ശക്തി വരും. അപ്പൊ ഈ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് എല്ലാവരെയും ഒന്നായി കാണാൻ സാധിക്കുക, മാത്രമല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാവർക്കും ചെയ്യാം, നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്. അങ്ങനെ ഒരു വലിയൊരു കൂട്ടായ്മ, വസുദൈവ കുടുംബകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ ഈ ഓണം സഫലമായി. ഓണം മാത്രമല്ല, ഇനിയുള്ള അങ്ങോട്ടുള്ള നാളുകളും. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. തീർച്ചയായിട്ടും മഹത്തായിട്ടുള്ള ഭാരതീയ തത്വചിന്തയും അതുപോലെ തന്നെ ആത്മീയ ദർശനങ്ങളും അതിൽ അടിയുറച്ചുകൊണ്ടുള്ള ഒരു പ്രയാണം വലിയ രീതിയിൽ മനുഷ്യകുലത്തിന് തന്നെ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് അദ്ദേഹം, അതല്ലെങ്കിൽ അത് തന്നെയാണ് ഒരു പരിഹാരമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം. ക്ഷേത്രവും ക്ഷേത്ര പരിസരവും രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കായി ഉപയോഗിക്കരുത് എന്ന് ഹൈക്കോടതി. കടയ്ക്കൽ, ആറ്റിങ്ങൽ ക്ഷേത്രങ്ങളിൽ വിപ്ലവ ഗാനം ആലപിച്ച സംഭവത്തിൽ ഹൈക്കോടതി അന്തിമ ഉത്തരവിറക്കി. മുൻ ഉത്തരവുകൾ കർശനമായി പാലിക്കണമെന്ന് വിവിധ ദേവസ്വം ബോർഡുകൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനാണ് നമുക്കൊപ്പം ചേരുന്നത്. ജിജീഷ്, വളരെ നിർണായകമായ ഒരു ഉത്തരവാണ് ഹൈക്കോടതി ഇറക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ വളരെ സുപ്രധാനമായ കാര്യം, അതായത് ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ല, അക്കാര്യം കൂടി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ ഹൈക്കോടതി വ്യക്തമാക്കുന്നത്?
രാഖി, ക്ഷേത്രങ്ങളെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന LDF സർക്കാരിന്റെയും CPM-ന്റെയും എല്ലാം നീക്കങ്ങൾ അത് കർശനമായി തന്നെ തടഞ്ഞുകൊണ്ട് കോടതിയും അതിൽ ഇടപെട്ടിരിക്കുന്നു. കാരണം ദേവസ്വം ബോർഡുകൾ ഇക്കാര്യത്തിൽ CPM-ന് അനുകൂലമായ ഒരു നിലപാടുകളായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ പോലും പരിമിതികളുണ്ട് എന്നെല്ലാമാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ കോടതി ഈ രണ്ട് കേസുകളുമായി ബന്ധപ്പെട്ട് കടക്കൽ ക്ഷേത്രവും ആറ്റിങ്ങൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാന ആലാപനവുമായി ബന്ധപ്പെട്ട് കർശനമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് ക്ഷേത്രങ്ങൾ ഒരു കാരണവശാലും രാഷ്ട്രീയ പ്രചരണങ്ങളുടെ വേദിയാക്കാൻ പാടില്ല, രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയും വിപ്ലവ ഗാനങ്ങൾ പോലുള്ള ഗാനാലാപനങ്ങളുടെയും വേദിയാക്കാൻ പാടില്ല. അവിടെ ആധ്യാത്മിക കാര്യങ്ങൾ മാത്രമാണ് നടക്കേണ്ടത്. 1988 നിയമത്തിൽ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട നിയമത്തിലെ 3 വകുപ്പിൽ കൃത്യമായി തന്നെ ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയെല്ലാമാണ് അത് പരിപാലിക്കേണ്ടത്, ക്ഷേത്രങ്ങൾ എത്രമാത്രം പരിപാവനമായി പരിപാലിക്കണം എന്ന കാര്യം കൃത്യമായി പറയുന്നുണ്ട്. അത് പാലിക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ 3 ദേവസ്വം ബോർഡുകളോടും തിരുവിതാംകൂർ ദേവസ്വം, കൊച്ചി ദേവസ്വം, മലബാർ ദേവസ്വം ബോർഡുകൾക്ക് കർശനമായ ഒരു നടപടിയെടുക്കാനും അത്തരം സംഭവങ്ങൾ ഉണ്ടായ കർശന നടപടി എടുക്കാനും വിപ്ലവ ഗാനങ്ങൾ അവിടെങ്ങളിൽ ആലപിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനുമുള്ള നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. ഗസൽ ഗായകൻ അലോക്ഷി 2 തവണയാണ് ഈ 2 ക്ഷേത്രങ്ങളിലായി വിപ്ലവ ഗാനങ്ങൾ ആലപിച്ച സംഭവം ഉണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മരട് സ്വദേശിയായ പ്രകാശൻ കോടതിയെ സമീപിച്ചത്. ഇതിൽ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കൊല്ലം കടക്കൽ ദേവീക്ഷേത്രം, ഒപ്പം തന്നെ ആറ്റിങ്ങൽ ശ്രീ ഇണ്ടിലിയപ്പൻ ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ഏപ്രിലിൽ വിപ്ലവ ഗാനാലാപനം നടന്നത്. ഗസൽ ഗായകൻ അലോഷിയാണ് അത് അവിടെ തടിച്ചുകൂടിയ ആളുകൾ പറഞ്ഞതനുസരിച്ചാണ് എന്നും സംഘാടകർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ താൻ ചെയ്തത് എന്നെല്ലാമായിരുന്നു ഒരു വിശദീകരണം. നേരത്തെ കേസും എടുത്തിരുന്നു. കടക്കൽ ക്ഷേത്രത്തിൽ വിപ്ലവഗാന ആലപനവുമായി ബന്ധപ്പെട്ട് കേസെടുത്തു. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം അതേ കാര്യം തന്നെ മറ്റൊരിടത്ത് ആവർത്തിക്കുകയായിരുന്നു. അങ്ങനെ കൃത്യമായി അല്ലെങ്കിൽ സംഘടിതമായ ആലോചനയിൽ തന്നെ വിപ്ലവ ഗാനങ്ങൾ ക്ഷേത്രങ്ങളിൽ ആലപിക്കുന്നു. അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്രമാക്കിയും അവർ അത്തരം താല്പര്യങ്ങളുള്ള ഒരു ഭാഗമാക്കിയും മാറ്റുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല വിവാഹ ചടങ്ങിനിടെ SFIക്ക് അനുകൂലമായ SFI മുദ്രാവാക്യങ്ങൾ മുഴക്കിയ സംഭവങ്ങൾ തളി ക്ഷേത്രത്തിലും ഉണ്ടായിരുന്നു. ഈ സംഭവങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് ഹർജി നൽകിയിരിക്കുന്നത്. അവിടെയാണ് കർശനമായ ഒരു നിർദ്ദേശം കോടതി ഇപ്പോൾ ഉത്തരവായി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ക്ഷേത്രങ്ങളെ ഇത്തരത്തിലുള്ള പരിപാടികളുടെ വേദിയാക്കാൻ പാടില്ല എന്ന് തന്നെയുള്ള നിർദ്ദേശമാണ് നൽകുകയും ചെയ്തിരിക്കുന്നത്. ജിജീഷ്, ക്ഷേത്രവും ക്ഷേത്ര പരിസരവും രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കായി ഉപയോഗിക്കരുത് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. കടക്കൽ ആറ്റിങ്ങൽ ക്ഷേത്രങ്ങളിൽ വിപ്ലവ ഗാനം ആലപിച്ച സംഭവത്തിലാണ് ഹൈക്കോടതി അന്തിമ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. മുൻ ഉത്തരവുകൾ കർശനമായി പാലിക്കണമെന്ന് വിവിധ ദേവസ്വം ബോർഡുകൾക്ക് നിർദ്ദേശം നൽകുന്നതിനൊപ്പം തന്നെ ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ല എന്നുകൂടി കോടതി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ചെറിയൊരു ഇടവേള. ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. സമ്മർദ്ദങ്ങൾക്കൊടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നു. തീപിടുത്തത്തെ തുടർന്നാണ് കെട്ടിടം അടച്ചത്. 3 ദിവസം കൊണ്ട് ശരിയാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ഉറപ്പു നൽകിയ കാഷ്വാലിറ്റി ബ്ലോക്ക് 4 മാസത്തിന് ശേഷമാണ് തുറക്കുന്നത്. ഇക്കഴിഞ്ഞ മെയ് 2-നാണ് ആശുപത്രിയിൽ തീപിടുത്തം ഉണ്ടായത്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഏറെ നാളത്തെ അനിശ്ചിതാവസ്ഥയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും കാഷ്വാലിറ്റി തുറക്കുന്നത്. എപ്പോഴാണ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുക? രാഖി, കഴിഞ്ഞ മെയ് മാസം 2-ാം തീയതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് തീ പിടിക്കുന്നത്. ഈ സമയത്ത് ഇവിടെയുള്ള രോഗികളെയെല്ലാം തന്നെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിരുന്നു, താൽക്കാലികമായ ഒരു കാഷ്വാലിറ്റിയിലേക്ക് മാറ്റിയിരുന്നു. പിന്നീട് വീണ്ടും അവിടെ നിന്നും ഈ പഴയ കാഷ്വാലിറ്റിയിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരുന്ന സമയത്ത്, അതായത് മെയ് മാസം 6-ാം തീയതി, ആ സമയത്തും വീണ്ടും കാഷ്വാലിറ്റിക്ക് തീ പിടിച്ചു. അതിനുശേഷം ഇതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. പിന്നീട് താൽക്കാലിക അത്യാഹിത വിഭാഗത്തിലായിരുന്നു ഈ പ്രധാന തീവ്രപരിചരണ വിഭാഗത്തിലടക്കമുള്ള രോഗികളെ പ്രവേശിപ്പിച്ചിരുന്നത്. അതിനുശേഷം 3 ദിവസത്തിനകം തന്നെ ഈ കാഷ്വാലിറ്റി പ്രവർത്തന സജ്ജമാകും എന്നാണ് അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നത്. മറ്റു പരിശോധനകൾ അടക്കം പൂർണ്ണമായും കഴിഞ്ഞ് അതിനുശേഷം 3 ദിവസത്തിനകം പ്രവർത്തന സജ്ജമാകും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് നീണ്ടു പോവുകയാണ് ഉണ്ടായത്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് പറയുമ്പോൾ മലബാറിലെ പ്രധാനപ്പെട്ട ഒരു ആതുരാലയ കേന്ദ്രം കൂടിയാണ്. മലബാർ മറ്റ് ജില്ലകളിൽ നിന്നടക്കം, അതായത് വയനാട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ നിന്ന്
എന്നടക്കം നിരവധി രോഗികൾ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയെ ആശ്രയിക്കുന്നുണ്ട്. ഇങ്ങനെ എത്തുന്ന ആളുകൾക്കും രോഗികൾക്കും എല്ലാം തന്നെ വലിയൊരു പ്രതിസന്ധിയായിരുന്നു ഈ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം നിലച്ചത്. അതുകൊണ്ട് തന്നെ ഇത് ഈ ആശുപത്രിയുടെ പ്രവർത്തനത്തെ തന്നെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിരുന്നു. നിരവധി രോഗികൾക്ക് മടങ്ങി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. നിലവിൽ താൽക്കാലികമായി ഏർപ്പെടുത്തിയ സജ്ജമാക്കിയ ഒരു അത്യാഹിത വിഭാഗം എന്ന് പറയുന്നത് അസൗകര്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടുന്ന ഒരു ഇടം കൂടിയായിരുന്നു. അതുകൊണ്ട് ഇവിടെ വലിയ പ്രതിസന്ധിയായിരുന്നു. കൃത്യമായ വെളിച്ചം ഇല്ല, വെള്ളം ഇല്ല, മറ്റ് സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം വലിയൊരു പ്രതിസന്ധിയിൽ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന രോഗികൾ. അതോടൊപ്പം തന്നെ രോഗിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് പരാതികളൊക്കെ നൽകിയിരുന്നു. പക്ഷേ ഇത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായത്. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 4 മാസത്തിന് ശേഷം ഈ പുതിയ കാഷ്വാലിറ്റി ഇപ്പോൾ പൂർണ്ണ സജ്ജമാവുകയാണ്. ഇന്ന് വൈകിട്ടോടെ ഇതിൻ്റെ പ്രവർത്തനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. രാഖി. ശിവദാസ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കുകയാണ്. തീപിടുത്തത്തെ തുടർന്നാണ് കെട്ടിടം അടച്ചത്. 3 ദിവസം കൊണ്ട് ശരിയാക്കുമെന്ന് പറഞ്ഞതാണ് ആരോഗ്യവകുപ്പ്. പക്ഷേ മന്ത്രിയുടെ ഉറപ്പൊക്കെ പാഴായിപ്പോയി. കാഷ്വാലിറ്റി ബ്ലോക്ക് 4 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കാൻ പോകുന്നത്. ഇക്കഴിഞ്ഞ മെയ് 2-ന് ആശുപത്രിയിൽ തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു. ശിവദാസ് കന്മനമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ കുട്ടികൾ രോഗബാധിതരാകുന്നത് തുടർക്കഥയാവുകയാണ്. ഛർദിയും വയറിളക്കവും ആയി 6 കുട്ടികളാണ് ചികിത്സയിലുള്ളത്. പോഷകാഹാരക്കുറവ് മൂലം പ്രതിരോധശേഷി കുറയുന്നതാണ് രോഗബാധയ്ക്ക് കാരണമെന്ന് ആരോപണം ഉയരുന്നുണ്ട്. സ്ഥിരം ഡയറ്റീഷ്യനെ നിയമിക്കണമെന്ന ശിശുക്ഷേമ സമിതിയുടെ കത്ത് കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ്. അടുത്തിടെ പനിയും ജലദോഷവും ബാധിച്ച് കുട്ടികൾ മരിച്ചിരുന്നു. വിവാദമായിരുന്നു ഈ വിഷയം. പ്രജിത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ഒപ്പം തന്നെ തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയെക്കുറിച്ചുള്ള വാദങ്ങളാണ് ഇപ്പോൾ ഉയർന്നത്. ശിശുക്ഷേമ സമിതിയിലെ കുട്ടികളാണ് രോഗബാധിതരാകുന്നത് തുടർക്കഥയാകുന്നു എന്ന റിപ്പോർട്ട് പുറത്ത് വരുന്നത്. കുട്ടികൾക്ക് ഛർദിയും വയറിളക്കവുമായിട്ടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത്. 6 കുട്ടികൾ ഇപ്പോൾ ചികിത്സയിൽ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്ത് വരുന്നത്. പോഷകാഹാരക്കുറവാണ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത് കാരണം പ്രതിരോധശേഷി കുറയുന്നുണ്ട്. ഇത് പല വിധത്തിലുള്ള അസുഖങ്ങൾക്കും കാരണമാകുന്നുണ്ട്. നമുക്കറിയാം ശിശുക്ഷേമ സമിതിയുടെ പ്രവർത്തനം എന്താണ് എന്നുള്ളത്. വളരെ ജനിച്ച് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ അവിടെ എത്തുന്നുണ്ട്. അത്തരത്തിലുള്ള കുട്ടികളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പല തരത്തിലുള്ള രോഗബാധ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു സ്ഥിരം ഡയറ്റീഷ്യൻ വേണമെന്ന ആവശ്യം ഉണ്ട്. ആ ഒരു കത്ത്, ശിശുക്ഷേമ സമിതിയുടെ കത്ത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് ആരോഗ്യവകുപ്പ് എന്നുള്ളതാണ്. പ്രജിത്തിലേക്ക് പോകാം. പ്രജിത്ത്, ഈ പനിയും ജലദോഷവും ഒക്കെ ബാധിച്ച് കുട്ടികൾ മരിച്ചത് വലിയ വിവാദമായിരുന്നു. ഇതിനിടെയാണ് ഇത്തരം റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? രാഖി, ഈ ശിശുക്ഷേമ സമിതിയിലെ കുട്ടികൾക്ക് പോഷകാഹാരക്കുറവുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ളൊരു ആരോപണമാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരെങ്കിലുമായി ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ മറ്റു ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പോലീസ് സർക്കാരിൻ്റെ സംരക്ഷണത്തിലേക്ക് വന്നപ്പെട്ട കുട്ടികളാണ് ഈ ശിശുക്ഷേമ സമിതിയിലുള്ളത്. നിലവിൽ 142 കുട്ടികൾ അവിടെയുണ്ട്. ഈ കുട്ടികൾക്ക് കൃത്യമായ സംരക്ഷണവും ഭക്ഷണവും സുരക്ഷിതത്വവും ഒക്കെ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെ സംസ്ഥാന സർക്കാരിനും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികൃതർക്കുമൊക്കെ ഉണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി അത്തരം കാര്യങ്ങളിൽ വലിയ വീഴ്ച വരുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിച്ചിരുന്നത്. ഇപ്പോൾ വീണ്ടും ഏതാണ്ട് 6 കുട്ടികൾ കൂടി അവിടെ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ള സാഹചര്യമാണ് ഉള്ളത്. കുട്ടികളെല്ലാം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഇതിൽ ഈ കുട്ടികളുടെ ഒരു പ്രശ്നം ഇത് നിരന്തരമാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലും മാർച്ചിലുമൊക്കെ കുട്ടികൾ കൂട്ടത്തോടെ, ക്ഷേമ സമിതിയിലെ കുട്ടികൾ കൂട്ടത്തോടെ ആശുപത്രിയിലാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ വിഷയത്തിൽ ക്ഷേമ സമിതിയിൽ നിന്ന് തന്നെയുള്ള വൃത്തങ്ങളിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് അവിടെ കുട്ടികൾക്ക് കൃത്യമായ ഭക്ഷണക്രമത്തിലടക്കമുള്ള ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവർ പല കുട്ടികളും ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളുമൊക്കെയാണ്. കൃത്യമായ പരിചരണം ലഭിക്കാതെ മറ്റു വഴികളിലൂടെയൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തേക്ക് എത്തിപ്പെടുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് പല തരത്തിലുള്ള പോഷകാഹാര ഡെഫിസിറ്റുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത് കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് പോഷകാഹാരം കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളതും അത് രോഗപ്രതിരോധ ശേഷി കുറയാൻ കാരണമാകുന്നു. തുടർന്ന് കുട്ടികൾ പല വിധത്തിലുള്ള അണുബാധകൾക്കും രോഗബാധകൾക്കും ഒക്കെ കാരണമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ
ഉയർന്നു കേൾക്കുന്ന ആരോപണം എന്നുള്ളത്. ഇപ്പോൾ 6 കുട്ടികളാണ് ചികിത്സയിലുള്ളത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരി 18-നും മാർച്ച് 23-നുമാണ് 2 കുട്ടികൾ പനിയും ജലദോഷവും ഒക്കെ ബാധിച്ച് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അന്നും 6ഓളം കുട്ടികൾ ആശുപത്രിയിലായിരുന്നു. ആരോഗ്യവകുപ്പ് റിപ്പോർട്ടൊക്കെ തേടിയതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കോർ പ്രശ്നമായി ശിശുക്ഷേമ സമിതിയിൽ നിലനിൽക്കുന്ന ഈ കുട്ടികൾക്ക് ഇത്തരത്തിൽ തുടർച്ചയായ രോഗബാധ ഉണ്ടാകുന്നത് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞതുകൊണ്ടും പോഷകാഹാരക്കുറവിൻ്റെ കുറവ് കൊണ്ടുമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇത് പരിഹരിക്കേണ്ട സാഹചര്യം ശിശുക്ഷേമ സമിതിയിൽ കൃത്യമായി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം 142 കുട്ടികൾ, ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടികൾ മുതൽ 18 വയസ്സ് ആകാറായി എത്തി നിൽക്കുന്ന കുട്ടികളടക്കമുള്ളവർ 142 പേരുണ്ട് അവിടെ. അവരുടെ സുരക്ഷയ്ക്കും കാര്യങ്ങൾക്കും ഭക്ഷണത്തിനും ഒക്കെ സൗകര്യങ്ങൾ ഒരുക്കാൻ അല്ലെങ്കിൽ കൃത്യമായ ഡയറ്റുകൾ പ്ലാൻ ചെയ്യാൻ ഒരു ഡയറ്റീഷ്യൻ അവിടെ ഇല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു സ്ഥിരം ഡയറ്റീഷ്യൻ എന്നുള്ളൊരു സംവിധാനം തന്നെ ശിശുക്ഷേമ സമിതിയിലില്ല. മാസത്തിലൊരിക്കൽ ഒരു ഡയറ്റീഷ്യൻ എത്തുകയും ചില നിർദ്ദേശങ്ങൾ നൽകി പോവുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് കാര്യമായി ഈ കുട്ടികളുടെ ഭക്ഷണക്രമം അടക്കമുള്ളവ ക്രമീകരിക്കുന്നതിനോ ഇനി പോഷകാഹാരക്കുറവുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് പ്രത്യേകമായിട്ടുള്ള പോഷകാഹാര ക്രമീകരണം ഒരുക്കുന്നതിനോ ഒന്നും അവിടെ സാധ്യമാകാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ സ്ഥിരം ഡയറ്റീഷ്യൻ ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇതിന് പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത്. ഈ ശിശുക്ഷേമ സമിതി പലതവണ യോഗം ചേർന്ന സമയത്തും ഇത്തരം ചില ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ കത്തായി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥിരം ഡയറ്റീഷ്യനെ ശിശുക്ഷേമ സമിതിയിൽ നിയമിക്കണമെന്നുള്ളത്. എന്നാൽ അത്തരമൊരു നടപടിയിലേക്ക് സംസ്ഥാന ആരോഗ്യ വകുപ്പ് പോകുകയോ അതിനുവേണ്ടിയുള്ള ഏതെങ്കിലും നടപടിക്രമങ്ങൾ ആരംഭിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ സ്ഥിരം ഡയറ്റീഷ്യൻ ഇല്ലാതെ വരുമ്പോൾ മാസത്തിലൊരിക്കൽ വന്നു പോകുന്ന ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പിലാകാതെ പോകുമ്പോൾ ഈ 142 കുട്ടികൾക്കും പോഷകാഹാരം നിറഞ്ഞ സമീകൃതമായ ഭക്ഷണം നൽകാൻ കഴിയാതെ പോകുന്നു എന്നൊരു സാഹചര്യമാണ് തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന രോഗപ്രതിരോധ ശേഷിയിലെ കുറവും അതിനെ തുടർന്നുണ്ടാകുന്ന രോഗങ്ങളും ക്ഷേമ സമിതിയിൽ വർദ്ധിച്ചു വരികയാണ് എന്നുള്ളതാണ്. നമ്മൾ ഈ ശിക്ഷേമ സമിതിയുടെ അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് നിസ്സാരമായ രോഗങ്ങളാണ് എന്നുള്ളതാണ്. എന്നാൽ ഒരു സംരക്ഷണ കേന്ദ്രത്തിൽ തുടർച്ചയായി കുട്ടികൾക്ക് രോഗബാധ ഉണ്ടാകുന്നതും മരണങ്ങൾ വരെ സംഭവിച്ചിട്ടുള്ള സാഹചര്യത്തിലുമാണ് ശിശുക്ഷേമ സമിതിയിലെ അധികൃതരെയൊക്കെ നിസ്സാരവൽക്കരിച്ച് കാണുന്നത് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഈ സംവിധാനത്തിന് ഒരു സ്ഥിരം ഡയറ്റീഷ്യനെ അവിടെ നിയമിക്കുകയും അവർക്ക് കൃത്യമായി എല്ലാ കുട്ടികൾക്കും സമീകൃതമായ ഭക്ഷണം നൽകുകയും അതോടൊപ്പം തന്നെ ഈ പ്രത്യേക പോഷകാഹാരക്കുറവുള്ളവരെ കണ്ടെത്തി അവർക്ക് കൃത്യമായി ഭക്ഷണ സംവിധാനം ഒരുക്കുകയും വേണം എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ആരോപണം. എന്തായാലും അല്ലെങ്കിൽ ആവശ്യം എന്തായാലും ഈ നേരത്തെ 2 കുട്ടികൾ മരിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് വീണ്ടും 6 കുട്ടികൾ ആശുപത്രിയിലായ സാഹചര്യത്തെ ആശങ്കയോടെയാണ് ഈ ശിശു സംരക്ഷണ മേഖലയിലെ വിദഗ്ധരൊക്കെ നോക്കിക്കാണുന്നതും. രാഖി, തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ കുട്ടികൾ രോഗബാധിതരാകുന്നത് തുടർക്കഥയാവുകയാണ്. ഛർദിയും വയറിളക്കവും ആയി 6 കുട്ടികൾ ചികിത്സയിലുണ്ട്. പോഷകാഹാരക്കുറവ് കാരണം പ്രതിരോധശേഷി കുറയുന്നത് രോഗബാധയ്ക്ക് കാരണമാകുന്നു എന്ന ആരോപണം കൂടി ഉയരുന്നുണ്ട്. സ്ഥിരം ഡയറ്റീഷ്യനെ നിയമിക്കണമെന്ന ശിശുക്ഷേമ സമിതിയുടെ കത്ത് കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട് ആരോഗ്യ വകുപ്പും. പനിയും ജലദോഷവും ബാധിച്ച് കുട്ടികൾ അടുത്തിടെ മരിച്ചത് വലിയ വിവാദവുമായിരുന്നു. ഇതിനിടെയാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പ്രജിത് മോഹനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പന്തീരാങ്കാവ് മാവോയിസ്റ്റ് കേസിൽ പ്രോസിക്യൂഷന് പുതിയ സാക്ഷികൾ. ഇതോടെ കോടതിയിൽ NIA-യുടെ വാദങ്ങൾക്ക് ശക്തി പകരും. മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുകൾക്ക് ലഭിച്ച ഡിജിറ്റൽ തെളിവുകളും നിർണായകമാണ്. സാക്ഷി വിസ്താരം അവസാന ഘട്ടത്തിലുള്ള കേസിൽ വിചാരണ ഉടൻ പൂർത്തിയാകും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനിലേക്കാണ് പോകുന്നത്. ജിജീഷ്, അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ NIA സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ വിവരങ്ങളാണ് പുറത്ത് വരുന്നത്. പ്രോസിക്യൂഷന് പുതിയ സാക്ഷികൾ ബലം നൽകും എന്നുള്ളത് തന്നെയാണ്. രാജി, പന്തീരങ്കാവ് മാവോയിസ്റ്റ് കേസിൽ വിപുലമായ ഒരു അന്വേഷണം തന്നെയായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയത്. കാരണം ആദ്യം സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്തു. സംസ്ഥാന പോലീസിന് തന്നെ UAPA ചുമത്തേണ്ട വകുപ്പുകളുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സംസ്ഥാന പോലീസ് UAPA ചുമത്തി. ഈ UAPA ചുമത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി പിന്നീട് ഈ കേസ് ഏറ്റെടുക്കുന്നത്. എന്നാൽ തുടർന്നുള്ള അന്വേഷണത്തിലാണ് നിർണായകമായ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്. കാരണം മാവോയിസ്റ്റ് തണ്ടർബോൾട്ട് ഏറ്റുമുട്ടലുകൾ നടന്ന സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച ചില ഡിജിറ്റൽ ഡിവൈസുകൾ, അനുബന്ധ ചില തെളിവുകളെല്ലാം തന്നെ പരിശോധിച്ചപ്പോൾ ഈ കേസിലെ പ്രതികൾക്ക്, പന്തീരങ്കാവ് മാവോയിസ്റ്റ് കേസിലെ പ്രതികളിൽ പലർക്കും ആ കേസുമായുള്ള ബന്ധം തെളിയിക്കാനും മാവോയിസ്റ്റ് ബന്ധം തെളിയിക്കാനും കഴിയുന്ന നിരവധി രേഖകൾ, ഡിജിറ്റൽ തെളിവുകൾ, ഡിവൈസുകൾ അടക്കമുള്ള തെളിവുകളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. അങ്ങനെയാണ് കൂടുതൽ സാക്ഷികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കേസിന് കൂടുതൽ ബലം നൽകാൻ ദേശീയ അന്വേഷണ ഏജൻസി മുന്നോട്ട് വന്നിട്ടുള്ളത്. തുടർന്ന് കൂടുതലായി ചേർത്തിട്ടുള്ള സാക്ഷികളെ അടുത്ത ദിവസങ്ങളിൽ വിസ്തരിക്കുകയും ചെയ്യും. കഴിഞ്ഞ 200ഓളം സാക്ഷികളാണ് ആകെ പ്രോസിക്യൂഷന് 200ഓളം സാക്ഷികളുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് വിവിധ ഘട്ടങ്ങളിൽ ഈ പ്രതികൾ എങ്ങനെയാണ് മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളിൽ, CPI മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരുന്നത്, ലഘുലേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ മാവോയിസ്റ്റ്
മാവോയിസ്റ്റ് ലഘുലേഖകളടക്കം ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. അലൻ ഷുഹൈബ്, താഹ ഫസൽ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് ആദ്യം അന്വേഷണം നടന്നത്. പിന്നീട് അത് CP ഉസ്മാൻ, വിജിത്ത് എന്നിവരിലേക്ക് എത്തി. അവരും ഈ കേസിൽ പ്രതികളായി. തുടർന്നുള്ള അന്വേഷണത്തിൽ മറ്റു ചില കേസുകൾ, അതായത് മുമ്പ് നടന്നിട്ടുള്ള മാവോയിസ്റ്റ് കേസുകൾ കൂടി ദേശീയ അന്വേഷണ ഏജൻസി അനുബന്ധമായി തന്നെ പരിശോധിക്കുകയും ചെയ്തു. അതിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ NIA അന്വേഷണ പരിധിയിലുള്ള കേസുകളുണ്ട്. ഒപ്പം തന്നെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുണ്ട്. ആ കേസുകൾ പരിശോധിക്കുകയും അതിലുള്ള തെളിവുകൾ കൂടി കൃത്യമായി തന്നെ വിലയിരുത്തുകയും ചെയ്തു. ഇതിനിടയിലാണ് ചില സ്ഥലങ്ങളിൽ ഏറ്റുമുട്ടൽ ഉണ്ടായപ്പോൾ, വെടിവയ്പ് നടന്നപ്പോൾ അവിടെ ഉപേക്ഷിച്ചു പോയ ചില തെളിവുകളുണ്ട്. ആ തെളിവുകൾ പരിശോധിച്ചപ്പോൾ, ആ ലഘുലേഖകൾ പരിശോധിച്ചപ്പോൾ, ആ ഡിജിറ്റൽ ഡിവൈസുകൾ പരിശോധിച്ചപ്പോഴാണ് ഇതിലെ പ്രതികൾക്ക് മാവോയിസ്റ്റ് കേസിൽ പ്രോസിക്യൂഷന് പുതിയ സാക്ഷികൾ, ഇതോടുകൂടി കോടതിയിൽ NIA വാദങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്ന സംഭവങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനിയൊരു ഇടവേള. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വയനാട്ടിലേക്ക് മയക്കുമരുന്നും ലഹരിയും ഒഴുകുന്നു. ഒരാഴ്ചക്കിടെ മാത്രം മയക്കുമരുന്ന് കടത്തിയതിന് 5 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിൽപ്പനയ്ക്കായി എത്തിച്ച മയക്കുമരുന്ന് പിടികൂടിയ കേസടക്കം ഇതിൽ ഉൾപ്പെടുകയാണ്. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, വിശദാംശങ്ങൾ. ഇത്തരത്തിൽ MDMA അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ വയനാട്ടിലേക്ക് എത്തുന്നത് സ്ഥിരമാവുകയാണ്. കർണാടക, തമിഴ്നാട് അതിർത്തികളിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ മയക്കുമരുന്ന പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്തുന്നത്. കൂടുതലായും കർണാടകയിൽ നിന്നാണ് ഇവ എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർണാടക മുത്തങ്ങ ചെക്ക് പോസ്റ്റ് ആ ഒരു സ്ഥലത്തു നിന്നാണ് കൂടുതലായി കൊമേഴ്ഷ്യൽ അളവിൽ ഇത്തരത്തിലുള്ള MDMA അടക്കം പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ 4 ദിവസം എടുത്തു കഴിഞ്ഞാൽ 3 തവണയാണ് കൊമേഴ്ഷ്യൽ ലെവലിൽ, അതായത് വിൽപ്പനക്കായി കൊണ്ടുവന്നിട്ടുള്ള MDMA പിടികൂടിയത്. അതായത് കഴിഞ്ഞ ദിവസം 50 ഗ്രാം MDMA കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 19-ാം തീയതി മറ്റൊരു കോഴിക്കോട് സ്വദേശിയിൽ നിന്നും 28.95 ഗ്രാം MDMA പിടികൂടി. ആ 19-ാം തീയതി തന്നെ 38 ഗ്രാം MDMAയും അതുപുറമെ ഇതിനു പുറമെ തന്നെ ഈ ഒരു സ്ഥലത്ത് നിന്നും കഞ്ചാവ്, അതുപോലെ തന്നെ പാൻ മസാല അടക്കമുള്ള സാധനങ്ങളെല്ലാം പിടികൂടുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇത്തരത്തിൽ ഒരാഴ്ചക്കിടെ മാത്രം 5 കേസുകളാണ് വയനാട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവ ഈ വയനാട്ടിലേക്ക് എത്തിക്കുകയും, അതായത് കർണാടക, തമിഴ്നാട് പ്രദേശങ്ങളിൽ നിന്ന് വയനാട്ടിൽ എത്തിക്കുകയും ഇവിടെ നിന്ന് ഇവ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. സ്കൂൾ കുട്ടികൾക്കടക്കം ഇവ എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാൻ മസാലകൾ, പുകയില ഉപയോഗങ്ങൾ, അതായത് പുകയില വസ്തുക്കൾ അടക്കം ഇവിടെ എത്തുന്നു. ഹാൻസ് അടക്കമുള്ള പുകയില വസ്തുക്കൾ ഇവിടെ എത്തി വിദ്യാർത്ഥികൾക്കടക്കം ഇത് എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല വയനാട്ടിലെ വിവിധ ഇടങ്ങളിൽ, വിവിധ കടകളിൽ ഇപ്പോഴും ഈ പദാർത്ഥങ്ങൾ സുലഭമായി ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ സുലഭമായി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വയനാട്ടിൽ നിന്ന് എത്തുന്ന സാധനങ്ങൾ പിന്നീട് മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ മറ്റു പ്രദേശങ്ങളിലേക്കും മറ്റു ജില്ലകളിലേക്കും എത്തുന്ന സാഹചര്യമുണ്ട്. ഇതിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു പരിശോധനയാണ് എക്സൈസിന്റെ ഭാഗത്തു നിന്നും. ശരി, അതിർത്തി കടന്ന് മയക്കുമരുന്ന് വയനാട്ടിലേക്ക് എത്തുകയാണ്. ഒരാഴ്ചക്കിടെ 5 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വയനാട്ടിൽ നിന്ന് അർജുൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ദ ന്യൂ ഇന്ത്യൻ ടൈംസിന്റെ മികച്ച റിപ്പോർട്ടർക്കുള്ള സൗത്ത് ഇന്ത്യ മീഡിയ അവാർഡ് ജനം TV ചീഫ് റിപ്പോർട്ടർ അരുൺ കൊടുങ്ങൂരും, മികച്ച വിഷ്വൽ എഡിറ്റർക്കുള്ള അവാർഡ് ജനം TV വീഡിയോ എഡിറ്റർ അഭി ജിഷ്ണുവും ഏറ്റുവാങ്ങി. ബാംഗ്ലൂർ പാലസ് ഗ്രൗണ്ടിൽ നടന്ന പ്രൗഢ ഗംഭീര ചടങ്ങിലാണ് പുരസ്കാരം സ്വീകരിച്ചത്. സാമൂഹ്യ രാഷ്ട്രീയ സിനിമാ രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിലായിരുന്നു അവാർഡ് ദാനം. കേരള മെയിൽ അരുൺ P. കുമാർ, ജനം TV. बेस्ट वीडियो एडिटर अभी जिष्णु PV, जन्म TV. बेस्ट रिपोर्टर केरला मेल അരുൺ കൊടുങ്ങൂരിനും അഭി ജിഷ്ണുവിനും ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ്. ഇനി നമ്മൾ കൊച്ചിയിലേക്കാണ്. കേരളത്തിൽ എയർ ടാക്സിക്ക് അനന്ത സാധ്യതയെന്ന് കൊച്ചിയിൽ നടന്ന പ്രഥമ കേരള വ്യോമയാന ഉച്ചകോടി. കേരളത്തിലെ വ്യോമയാന സൗകര്യങ്ങളും നിക്ഷേപ സാധ്യതകളും പ്രയോജനപ്പെടുത്തുക, കേരളത്തെ ആഗോള വ്യോമയാന കേന്ദ്രമാക്കി മാറ്റുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സിയാലും ഫിക്കിയും സംയുക്തമായി ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സീപ്ലെയിൻ, ഹെലികോപ്റ്റർ, ഇവിറ്റോൾ എന്നിവ സമന്വയിപ്പിച്ച് എയർ ടാക്സി ആരംഭിച്ചാൽ കേരളത്തിലെ ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സാധ്യമാക്കുമെന്ന് കൊച്ചിയിൽ ആരംഭിച്ച പ്രഥമ കേരള വ്യോമയാന ഉച്ചകോടി വിലയിരുത്തി.
എയർ ടാക്സി സർവീസ് ആരംഭിക്കുന്നത് സിയാലിന് നിർണായക പങ്കുവഹിക്കാൻ കഴിയുമെന്നും പാനൽ ചർച്ചയിൽ പങ്കെടുത്ത വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. അടിസ്ഥാന സൗകര്യം ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ അനുയോജ്യമാണെന്നും ഉച്ചകോടി അഭിപ്രായപ്പെട്ടു. ജലസ്രോതസ്സുകളും ഡാമുകളും ഉള്ളതിനാൽ സീപ്ലെയിനുകൾക്ക് ടൂറിസം മേഖലയിൽ നിർണായക സ്വാധീനം ചെലുത്താൻ സാധിക്കും. ഫിക്കിയുമായി സഹകരിച്ച കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ലിമിറ്റഡ് സംഘടിപ്പിച്ച പ്രഥമ കേരള വ്യോമയാന ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വ്യോമയാന സൗകര്യങ്ങളും നിക്ഷേപ സാധ്യതകളും പ്രയോജനപ്പെടുത്തുക, കേരളത്തെ ആഗോള വ്യോമയാന കേന്ദ്രമാക്കി മാറ്റുക, പ്രാദേശിക ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബ് എന്നിവ ശക്തിപ്പെടുത്തുക, ഡിജിറ്റൽ എയർ ട്രാവൽ MRO ഇക്കോസിസ്റ്റം എന്നിവയെക്കുറിച്ച് കൂടുതൽ അവബോധമുണ്ടാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഉച്ചകോടി സംഘടിപ്പിച്ചത്. മേഖലയിലെ തന്ത്രപ്രധാന മാറ്റങ്ങൾ, നയരൂപീകരണം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവയാണ് ഉച്ചകോടി ചർച്ച ചെയ്യുക. ജനം, കൊച്ചി. തൃശൂർ പാലപ്പിള്ളിയിൽ പുലി ഇറങ്ങി. കുണ്ടായി എസ്റ്റേറ്റിൽ അഷ്റഫിന്റെ പശുക്കുട്ടിയെ കൊന്നു. ഇന്ന് പുലർച്ചെയാണ് പുലി എത്തിയത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വിവരങ്ങളുമായി സാനു കെ സജീവ ചേരുന്നുണ്ട്. സാനു, പ്രദേശവാസികൾ വലിയ ആശങ്കയിലായിരിക്കും. എന്താണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ. രാഖി, ഇന്നലെ പുലർച്ചെയാണ്, അതായത് ഇന്ന് പുലർച്ചെയാണ് പാലിപ്പള്ളിയിൽ പുലി ഇറങ്ങിയിട്ടുള്ളത്. അതായത് കുണ്ടായി എസ്റ്റേറ്റിലെ അഷ്റഫിന്റെ പശുക്കുട്ടിനെയാണ് പുലി കടിച്ചു കൊന്നത്. ഇന്ന് രാവിലെ കറക്കുന്നതിന് വേണ്ടി പശുക്കളുടെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും ആണ് ഇത്തരത്തിൽ തൊഴുത്തിനുള്ളിൽ പശുക്കുട്ടിയെ പാതി പുലി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് 2 മാസം മുമ്പ് സമാന സ്ഥലങ്ങളിൽ, സമാന പ്രദേശങ്ങളിലൊക്കെ പുലിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അന്ന് വനവകുപ്പിനെ അടക്കം വിവരം അറിയിക്കുകയും അവർ വന്ന് പരിശോധന നടത്തുകയൊക്കെ ചെയ്തെങ്കിലും പുലിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഏതാനും ഒരാഴ്ച മുൻപ് സമാന നിലയിൽ ഈ പ്രദേശങ്ങൾ പാലപ്പിള്ളിയിൽ തന്നെ വലിയ രീതിയിൽ കാട്ടാനയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. 2 കൂട്ടത്തോളം കാട്ടാനകൾ ഒന്നിച്ച് ഇവിടെ ജനവാസ മേഖലയിൽ ഇറങ്ങുകയും വലിയ ഭീകരാന്തരീക്ഷമൊക്കെ സൃഷ്ടിക്കുകയും ചെയ്ത പ്രദേശമാണ് പാലിപ്പള്ളി. അവിടെയാണ് വീണ്ടും പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്, പുലി എത്തിയിരിക്കുന്നത്. അതായത് അഷ്റഫിന്റെ തൊഴുത്തിലുണ്ടായിരുന്ന ഒരു പശുവിനെയാണ് കടിച്ചു കൊന്നിട്ടുള്ളത്. അതിന്റെ പാതി ഭക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് പുലി പശുവിനെ പിടിച്ചതിനെ തുടർന്ന് വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും ഉദ്യോഗസ്ഥരൊക്കെ എത്തി സ്ഥലത്ത് പരിശോധന നടത്തുകയൊക്കെയാണ്. പകലും പരിശോധന തുടരുമെന്നും വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പുലിനെ കണ്ടെത്താൻ ഇതിനു മുൻപ് പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ള പ്രദേശമാണ്. അവിടെ പുലിനെ കണ്ടെത്തണം, അതിന് കൃത്യമായിട്ടുള്ള പ്രതിരോധിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കണമെന്നടക്കം അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും പുലിനെ കണ്ടെത്താനോ മറ്റ് നടപടികളിലേക്കൊന്നും വനംവകുപ്പിന് കടക്കാൻ സാധിച്ചിരുന്നില്ല. ഇന്നിപ്പം രാവിലെ ഈ CCTV ക്യാമറകൾ, പ്രദേശത്തെ CCTV ക്യാമറകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് വനംവകുപ്പിന്റെ പരിശോധന നടക്കുന്നുണ്ട്. എന്തായാലും ജനങ്ങൾ പാലപ്പിള്ളിയിലാണ് പുലി ഇറങ്ങിയത്. കുണ്ടായി എസ്റ്റേറ്റിലാണ് പുലിയെ കണ്ടത്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. സാനു കെ സജീവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ തൃശൂരിൽ നിന്ന് നൽകിയത്. കൃഷിമന്ത്രി P. പ്രസാദിനും ഇടത് സർക്കാരിനും മറുപടിയുമായി BJP നേതാവ് കുമ്മനം രാജശേഖരൻ. നെല്ലുവില കുടിശ്ശികയ്ക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയെന്ന് കുമ്മനം ചൂണ്ടിക്കാട്ടി. കൃത്യമായ കണക്ക് കേന്ദ്രത്തിന് നൽകിയെന്ന് ബോധ്യപ്പെടുത്തിയാൽ അടുത്ത നിമിഷം കേന്ദ്രത്തിൽ നിന്ന് പണം വാങ്ങി നൽകുമെന്നും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരും കൃഷിമന്ത്രിയും കർഷകരുടെ കയ്യിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വിലയുടെ കാര്യത്തിൽ പറയുന്ന കളവുകൾ പൊളിച്ചെടുക്കുന്ന മറുപടിയാണ് മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ നൽകിയത്. കേന്ദ്രം പണം തരാനുണ്ട് എന്നിങ്ങനെ കൂടെ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്താണ് അർത്ഥം? കേന്ദ്രം ചോദിക്കുന്നത് കണക്ക് തരൂ എന്നല്ലേ? കണക്ക് തരൂ, നിങ്ങൾക്ക് പണം കേരളത്തിന് തരാനുണ്ടെങ്കിൽ അതിന്റെ കണക്ക് തന്നാൽ ആ നിമിഷം പണം തരാം. പക്ഷേ ഓഡിറ്റർ റിപ്പോർട്ടായിരിക്കണം, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് വേണം. ഇതെല്ലാം അറിയാവുന്നവരാണ് കേരളത്തിലെ മന്ത്രിമാർ. കണക്കുകൾ കൃത്യമായി കേന്ദ്രത്തിന് നൽകാതെ കളവ് പറയുകയാണ് കൃഷിമന്ത്രി ചെയ്യുന്നതെന്നും കൃത്യമായ കണക്ക് നൽകിയാൽ അടുത്ത നിമിഷം പണം വാങ്ങി നൽകാമെന്നും കുമ്മനം രാജശേഖരൻ പറയുന്നു. നെല്ലുവില വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നൽകിയ കണക്കുകൾ സംബന്ധിച്ചും കിട്ടാനുള്ള തുക സംബന്ധിച്ചും ധവളപത്രം ഇറക്കണമെന്നും സർക്കാരിനോട് കുമ്മനം ആവശ്യപ്പെട്ടു. വസ്തുത എന്ത് എന്ന് പറയണം. അതേക്കുറിച്ച് ഒരു ധവളപത്രം ഇറക്കാൻ തയ്യാറുണ്ടോ എന്നാണ് എനിക്ക് പ്രസാദിനോട് ചോദിക്കാനുള്ളത്. നെല്ലുവിളിയുടെ കണക്ക് പറയുമ്പോൾ സംസ്ഥാന മന്ത്രിമാർക്ക് തന്നെ പരസ്പര ധാരണയില്ലെന്നും വ്യത്യസ്തമായ കണക്കുകളാണ് പറയുന്നതെന്നും കുമ്മനം രാജശേഖരൻ ചൂണ്ടിക്കാട്ടി. ഈ പ്രസാദ് ഇത് പറയുമ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്ന വേറൊരു തുകയാണ്. ധനകാര്യ വകുപ്പ് മന്ത്രിയും കൃഷി വകുപ്പ് മന്ത്രിയും സിവിൽ സപ്ലൈസ് മന്ത്രിയും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള തുക 3 തുകയാണ് പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ മറച്ചുവെക്കാൻ ഇടതുമുന്നണി നടത്തുന്ന കുപ്രചരണത്തിന്റെ മുന ഒടിക്കുന്നതാണ് കുമ്മനം ചൂണ്ടിക്കാട്ടിയ ഓരോ കാര്യങ്ങളും. കർഷകർ അടക്കം ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുമ്പോൾ സർക്കാർ അനാസ്ഥ തുടരുന്നതിലുള്ള നിരാശയിലാണ് ഭൂരിഭാഗം കർഷകരും. ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ. ഇടവേള.
പരാതിക്കാരൻ മരിച്ചാൽ നിയമപരമായ അവകാശികൾ അല്ലാത്തവർക്കും കേസ് നടപടികൾ തുടരാമെന്ന് ഹൈക്കോടതി. കേസ് നടത്തിപ്പിൽ അനന്തരാവകാശികൾ മുന്നോട്ട് വരാത്ത പക്ഷം നിയമാനുസൃതം മറ്റൊരാൾക്ക് തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റേതാണ് ഉത്തരവ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, സാധാരണ നമ്മൾ കണ്ടുവന്നിരുന്ന പല സംഭവങ്ങളുമുണ്ട്. അതായത് പരാതിക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ കേസ് അവസാനിക്കുകയാണ് പതിവ്. എന്നാൽ അവിടെ നിന്ന് അതിനൊരു മാറ്റം വരികയാണ് ജസ്റ്റിസ് എടപ്പകത്തിന്റെ ഉത്തരവോടുകൂടി. രാഗി, വലിയൊരു നിയമ പ്രശ്നത്തിനാണ് ഇവിടെ പരിഹാരം ആയിരിക്കുന്നത്. കാരണം സാധാരണ നിലയ്ക്ക് എപ്പോഴും നിയമ വ്യവഹാരങ്ങളിൽ ഉണ്ടാകുന്ന വലിയൊരു സംശയവും വലിയ ആശങ്കയും എല്ലാം തന്നെയാണിത്. സാധാരണ നിലയിൽ ഒരു കേസ് വളരെ ശക്തമായി ഒരാൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ദൗർഭാഗ്യവശാൽ അയാളുടെ മരണം സംഭവിക്കുകയും അതോടുകൂടി കേസ് പിന്നീട് ആരും മുന്നോട്ട് പോകാത്ത ഒരു സ്ഥിതിവിശേഷവും ആ കേസ് അവിടെ അവസാനിപ്പിക്കേണ്ട സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും. ഏത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അയാൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അത് അദ്ദേഹത്തിന്റെ മരണശേഷം അത് പൂർത്തിയാക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം. സാധാരണ നിലയ്ക്ക് ചില ഘട്ടങ്ങളിലെല്ലാം തന്നെ മക്കൾക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്കോ മക്കൾക്കോ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടാകില്ല. എന്നാൽ ഒരു പൊതുവിഷയമോ മറ്റു പൊതു താല്പര്യമുള്ള പ്രശ്നമോ ആയിരിക്കാം ആ വ്യക്തി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അത്തരം ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ സങ്കീർണമായ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഹർജിയിൽ വ്യക്തമായ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിയമപരമായ അവകാശികളല്ലാത്തവർക്കും കേസ് നടപടികൾ തുടരാമെന്ന കോടതിയുടെ ഒരു ഉത്തരവ് കൃത്യമായി തന്നെ പുറത്തു വന്നിരിക്കുകയും ചെയ്തത്. പരാതിക്കാരൻ മരണപ്പെടുമ്പോൾ തുടർന്നുണ്ടാകുന്ന കേസ് നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അനന്തരാവകാശികളല്ലാത്തവർക്ക് സാധിക്കുമോ എന്ന കാര്യത്തിലാണ് കോടതി കൃത്യമായ ഒരു തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. അനന്തരാവകാശികൾ അല്ലാത്തവർക്കും അതിനുള്ള അവകാശമുണ്ട്. പരാതിക്കാരൻ മരണപ്പെട്ടു പോയാൽ അനന്തരാവകാശികൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ നിയമാനുസൃതം മറ്റൊരാൾക്ക് തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. നിർണായകമായ ഉത്തരവാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റേതായി പുറത്ത് വന്നിരിക്കുന്നത്. ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊല്ലം കടയ്ക്കലിൽ CPM നേതാവിന്റെ നേതൃത്വത്തിൽ വർക്ക്ഷോപ്പ് ജീവനക്കാരനെയും സുഹൃത്തുക്കളെയും മർദ്ദിച്ചതായി പരാതി. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സൂചനാ ബോർഡ് ഇല്ലാത്തത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം. കടയ്ക്കലിലെ CPM നേതാവായ വികാസം ഒപ്പമുള്ളവരും കൂട്ടം ചേർന്ന് മർദ്ദിച്ചു എന്നാണ് യുവാക്കളുടെ പരാതി. മടത്തറ മേലേമുക്ക് സ്വദേശികളായ മനുഷ്, ഹരി, സനോഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാഞ്ഞിരത്തുമൂട്ടിൽ വഴിയിലായ വാഹനം ശരിയാക്കിയ ശേഷം കടയ്ക്കലിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയതാണ് മൂവരും. മാർക്കറ്റിന് സമീപത്തെ നിർമ്മാണം നടക്കുന്ന റോഡിൽ വെച്ച് തൊഴിലാളികൾ ഇവരെ തടഞ്ഞു. എന്നാൽ നിർമ്മാണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട സൂചനാ ബോർഡ് സ്ഥാപിക്കാത്തത് മനുഷ്യൻ കൂട്ടരും ചോദ്യം ചെയ്തു. ഇതോടെ തർക്കമുണ്ടായി. ഈ സമയം അവിടെയുണ്ടായിരുന്ന വികാസം കൂട്ടരും ഓടിയെത്തി 3 പേരെയും മൺവെട്ടി ഉൾപ്പെടെ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. അവരെന്നെ നമ്മട്ടിയെടുത്ത് ആക്രമണം ശ്രമിച്ചു. അപ്പോഴത്തേക്കും ഒഴിഞ്ഞു മാറിയപ്പോഴത്തേക്കും മുഴുവത്ത് നമ്മട്ടി ഒന്ന് ഇടിച്ചു. അങ്ങനെ കൊല്ലാനുള്ള ഇതിൽ തന്നെയാണ് അടിച്ചത്. കൊല്ലണം എന്നുള്ള ഒരു ഇന്റൻറ്റിൽ തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ട് അതും പറഞ്ഞത് വെറുതെ അടിപ്പിക്കുക എന്നെ കൊല്ലൂടാന്നുള്ള രീതിയിലാണ് മൊത്തം സംഭവിച്ചുകൊണ്ടിരുന്നത്. കൊല്ലാൻ തന്നെയായിരുന്നു അവരുടെ പ്ലാൻ. എന്തിനാണെന്ന് വെച്ചാൽ അറിയില്ല. ആക്രമണ വിവരം അറിഞ്ഞെത്തിയ കടക്കൽ പോലീസിന് മുന്നിലിട്ടും സംഘം ഇവരെ മർദ്ദിച്ചതായാണ് ആരോപണം. ബോധം നഷ്ടപ്പെട്ട മനുഷ്യനെയും സുഹൃത്തുക്കളെയും കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരാതി നൽകിയെങ്കിലും കടക്കൽ പോലീസ് കേസെടുത്തില്ല. തുടർന്ന് മൂവരെയും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് കേസ് എടുക്കാൻ വേണ്ടി പരാതി എഴുതിക്കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് പോലീസുകാരെ പരാതി മേടിച്ചിട്ട് അതൊന്ന് വായിച്ചു നോക്കി ഒന്നും ചെയ്തിട്ടില്ല. പുള്ളി എന്നെ കളിയാക്കി തമാശ രീതിയിൽ പരാതി എടുക്കണോ വേണോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നിന്നിട്ട് നമ്മൾ ചേട്ടാ എങ്ങനെയെങ്കിലും സാർ ഇങ്ങനെ ഒരു പരാതി എടുത്തിട്ട് എനിക്ക് ആ റെസിപ്റ്റ് തരാൻ പറഞ്ഞിട്ട് ആ പരാതി മേടിച്ച് വായിച്ചു കൊടുക്കും. എടുത്തിട്ട് അതിന് റെസിപ്റ്റ് എന്ന് പറഞ്ഞ് ആ പരാതി എടുത്ത് അവിടെ കോൺസ്റ്റബിളിന്റെ കൈ കൊടുത്തു. മനുഷ് പരാതി നൽകിയതിന് പിന്നാലെ മർദ്ദനമേറ്റെന്ന് കാണിച്ച് വികാസും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്തി എന്ന പേരിൽ കടക്കൽ പഞ്ചായത്തും മർദ്ദനമേറ്റവർക്കെതിരെ പരാതി നൽകി. യുവാക്കൾ നൽകിയ പരാതി പിൻവലിക്കാൻ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഭീഷണിയുണ്ടെന്നും മർദ്ദനമേറ്റവർ പറയുന്നു. ജനം, കൊല്ലം. 4 ദിവസത്തെ സന്ദർശനത്തിനായി റിപ്പബ്ലിക് ഓഫ് ഫിജിയുടെ പ്രധാനമന്ത്രി സിതിവേനി റബുക്ക ഭാരതത്തിൽ. കേന്ദ്രമന്ത്രി സുകാന്ത മജുംദാർ ഫിജി പ്രധാനമന്ത്രിക്ക് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. ഭാരതം ഫിജി പങ്കാളിത്തം കൂടുതൽ ദൃഢമാക്കുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിൽ കുറിച്ചു. ഓഗസ്റ്റ് 27 വരെയാണ് റബുക്കയുടെ ഭാരത സന്ദർശനം. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം വിവിധ ധാരണാപത്രങ്ങളിൽ അദ്ദേഹം ഒപ്പുവയ്ക്കും. പുത്തൻപുലരിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സുമായി വിഷ്ണു എത്തും. നമസ്തേ.